പ്രൈസ് ലോർഡ്. ഈ അനുഗ്രഹീതമായ നല്ല സമയത്തിനായിട്ട് കർത്താവിനെ സ്തുതിക്കുന്നു. കർത്താവിന്റെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങപ്പെട്ട ദൈവമക്കളോട് ചേർന്ന് ഒരിക്കൽ കൂടെ ദൈവവചനവുമായി നിങ്ങളുടെ മധ്യത്തിലേക്ക് വരുവാൻ കർത്താവിന്റെ ജീവിതത്തിൽ ഒരിക്കൽ വിലയേറിയ ഭാഗ്യ പദവിക്കായിട്ട് ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവത്തിലായിരിക്കാം. റോമാലേഖനമാണല്ലോ നാം ധ്യാനിച്ചു കൊണ്ടിരുന്നത്. വിശ്വാസത്താലുള്ള നീതീകരണം, ഇതായിരുന്നു നമ്മുടെ പ്രതിപാദ്യ വിഷയം. ഈ റോമാലേഖനത്തിന്റെ ഉള്ളിലെ കാമ്പും ആ ഒരു സബ്ജക്റ്റ് തന്നെയാണല്ലോ. ക്രിസ്ത്യാനിറ്റിയുടെ വൈറ്റൽ ഡോക്ട്രിനാണത്. കാരണം എങ്ങനെയും ജീവിച്ച ജീവിതത്തിന്റെ അവസാനത്തിങ്കൽ കുറെ പണം ചെലവാക്കിയാൽ, കർമ്മമാർഗങ്ങൾ ചെയ്താൽ നിത്യത അവകാശമാക്കി തീർക്കാം എന്ന വ്യാജ ചിന്തകൾക്കപ്പുറമായി, നമ്മുടെ കർമ്മങ്ങളെക്കാൾ അപ്പുറമായി വിശ്വാസത്താലുള്ള നീതീകരണത്തെ ദൈവവചനം അസന്നിഗ്ധമായിട്ട് പ്രഖ്യാപിക്കുകയാണ്. ഞാൻ ഈ വചനം ധ്യാനിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞത്, പാസ്റ്റ് വറീസ്, ഗിൽറ്റ്, എല്ലാവരും തന്നെ അത് ചുമന്നുകൊണ്ട് നടക്കുന്നവരാണ്. പുതിയ നിയമവിശ്വാസികളെന്ന് അഭിമാനിക്കുന്നവർ പോലും അവരുടെ പഴയകാല ജീവിതത്തിന്റെ അകത്തളത്തിലുള്ള ചില ഭാരങ്ങൾ, ഗിൽറ്റുകൾ അത് ചുമന്നുകൊണ്ട് നടക്കുന്നവരാണ്. ഒരു കൗൺസിലറിന്റെ അടുത്ത് പോയാൽ ആ കൗൺസിലർ പറയും, നിങ്ങൾ എല്ലാവരോടും ക്ഷമിക്കുക, നിങ്ങൾ എല്ലാവരോടും പൊറുക്കുക, അപ്പോൾ നിങ്ങളുടെ പ്രശ്നങ്ങൾക്കെല്ലാം ഒരു പരിഹാരമുണ്ടാകുമെന്ന് പറയും. എന്നാൽ ഒരു കാര്യമാണ്, കൗൺസിലിങ്ങിന് ഒരു പരിധിയുണ്ട്, ഹ്യൂമൻ ടെക്നിക്സുകൾക്ക് ഒരു പരിധിയുണ്ട്. കാരണം നമ്മൾ എല്ലാവരോടും ക്ഷമിച്ചാൽ ഒരാശ്വാസം നമുക്ക് ലഭിക്കും. പക്ഷെ നമ്മൾ ചെയ്ത ആ കൃത്യത്തിന്റെ സംഭവം അവിടെ നിൽക്കുന്നിടത്തോളം കാലം അത് നമ്മളെ വേട്ടയാടിക്കൊണ്ടിരിക്കും. അവിടെയാണ് നാം ദൈവത്തിന്റെ ഫൊർഗീവ്നെസ്സിലേക്ക് വരേണ്ടത്. ദൈവം നമ്മോട് ക്ഷമിച്ചെന്നൊരു ബോധ്യം നമുക്ക് വരുമ്പോൾ ദൈവം ആ സംഭവത്തെ തന്നെ എടുത്തു മാറ്റിക്കളയും. ആ ഗിൽറ്റ്, ദാവീദ് പറയുകയാണ്, റോമാലേഖനം 4-ാം അധ്യായം 7-ാമത്തെ വാക്യം, അധർമ്മം മോചിച്ചു പാപം മറച്ചു കിട്ടിയവർ ഭാഗ്യവാന്മാർ. കർത്താവ് പാപം കണക്കിടാത്ത മനുഷ്യൻ ഭാഗ്യവാൻ. ഹല്ലേലൂയ. പാപത്തിന്റെ ഭാരം എന്താന്ന് നല്ലതുപോലെ അറിയാവുന്ന ഒരു വ്യക്തിയാണ് ദാവീദ്. ഇന്നത്തെ ക്ലാസിന്റെ മുഖവര ഞാൻ പറയുമ്പോൾ, ആ പാപഭാരം നന്നായി മനസ്സിലാക്കിയ മനുഷ്യൻ ദൈവ സാന്നിധ്യത്തിൽ അതിന് മറച്ചു പിടിക്കുമെന്നും പാപം നമ്മിലുള്ള പരിശുദ്ധാത്മാവിനെ കെടുത്തിക്കളയുമെന്നും പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്തെ അത് എടുത്തു കളയുമെന്നും നന്നായി മനസ്സിലാക്കിയ ദാവീദ്, അദ്ദേഹം തന്ത്രപരമായി ആ സംഭവത്തെ മറയ്ക്കാനായിട്ട് ശ്രമിച്ചു. മറ്റാരും അറിയാതെ ഗോപ്യമായി അതിനെ മറച്ചു കളയുവാനായിട്ട് ശ്രമിച്ചു. പക്ഷേ ആ പ്രശ്നത്തെ ഒരു പരിധിവരെ കൈകാര്യം ചെയ്യാൻ, ഒതുക്കി തീർക്കാൻ രാജാവെന്ന നിലയിൽ തനിക്ക് ലഭ്യമായിട്ടുള്ള അധികാരങ്ങൾ മൊത്തം ഉപയോഗിച്ചിട്ട് ദാവീദിന് അത് ചെയ്യാൻ സാധിച്ചെങ്കിലും ആ കുറ്റബോധത്തിൽ നിന്ന് ദാവീദിന് മുക്തനാകാൻ സാധിച്ചില്ല. ഇറ്റ് വാസ് ഹോണ്ടിങ് ഹിം. ഒരു പ്രിക്കിംഗ് കോൺഷ്യസ് അദ്ദേഹത്തിന്റെ അകത്തുണ്ടായിരുന്നു. 51-ാം സങ്കീർത്തനത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, രക്ഷയുടെ സന്തോഷത്തെ എനിക്ക് തിരികെ തരണമേ. മനുഷ്യന്റെ കണ്ണിൽ പൊടിയിട്ടു, അവിടെ ഒരു കൊലപാതകം ഗൂഢാലോചന ചെയ്ത് നടത്തി, ആ കൊലപാതകത്തിലൂടെ ബർശേബയെ സ്വന്തമാക്കിയ അതൊരു വീരകഥയാക്കി മാറ്റുവാൻ ഒരു പക്ഷേ ദാവീദിന് കഴിഞ്ഞെങ്കിലും ദൈവത്തിന്റെ കോടതിയിൽ താൻ കുറ്റക്കാരനാണെന്നുള്ള ബോധ്യം ദാവീദിന്റെ ഹൃദയത്തിന്റെ അകത്തളത്തിൽ ശക്തമായി പതിഞ്ഞിരുന്നു. ഹല്ലേലൂയ. ദൈവമക്കളെ, സെൽഫ് ജസ്റ്റിഫിക്കേഷൻ, സ്വയമായിട്ട് നീതീകരിക്കാൻ ദാവീദ് ശ്രമിച്ചു. പക്ഷേ ദൈവം പാപം ക്ഷമിക്കണമെന്നുള്ള ബോധ്യത്തിലേക്ക് താൻ വന്നപ്പോൾ ഞാൻ വിശ്വസിക്കുന്നു, രാത്രി ഞാൻ ആത്മാവിൽ പറയാ, കർത്താവായ യേശുക്രിസ്തുവിന്റെ രക്തത്താൽ ശുദ്ധീകരിക്കപ്പെട്ട, പാപം ക്ഷമിച്ചു കിട്ടിയ ദൈവം കണക്കിടാതെ ഇരിക്കുക എന്ന് പറഞ്ഞാൽ
ആമേൻ അതിനെ എടുത്തു കളഞ്ഞ, നമ്മൾ അതിലേക്ക് വരും. അങ്ങനെയുള്ള ദൈവമക്കൾക്കായിട്ട് ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. മറ്റ് മതങ്ങളൊക്കെ പാപത്തെ ആമേൻ എങ്ങനെ മറച്ചു വെക്കാമെന്ന് പഠിപ്പിക്കുമ്പോൾ, അതിനെ ഗൗനിക്കാതെ എങ്ങനെ ജീവിക്കാമെന്ന് പഠിപ്പിക്കുമ്പോൾ, അതിനെ സാർവത്രികമായി പഠിപ്പിക്കുമ്പോൾ, ദൈവവചനം പറയുകയാണ്, മനുഷ്യനെ വേട്ടയാടുന്ന, മനുഷ്യനെ കാർന്നു തിന്നുന്ന പാപത്തിൽ നിന്നും മനുഷ്യനെ രക്ഷിക്കുവാൻ, മനുഷ്യനെ വീണ്ടെടുക്കുവാൻ, മനുഷ്യനെ കഴുകി തുടയ്ക്കുവാൻ പര്യാപ്തമായ ഒന്നുണ്ട്. അതാണ് കാൽവറിയിൽ ഊറ്റി നൽകിയ യേശു കർത്താവിന്റെ രക്തത്തിന്റെ ശക്തി. ആമേൻ. ഹല്ലേലൂയ. ഇന്ന് രാത്രി നിങ്ങൾ ഒരു ഗിൽറ്റിനകത്ത് നിൽക്കുന്നവരാണോ? ഹല്ലേലൂയ. പണ്ട് ചെയ്ത എന്തോ പ്രവൃത്തിയുടെ പരിണിത ഫലമായി, പാപത്തിന്റെ ഫലമായി നിങ്ങളുടെ മനസ്സിലേക്ക് ആ പ്രവൃത്തി പിന്നെയും പിന്നെയും വരുന്നുണ്ടോ? ആരാധിക്കുവാൻ നിൽക്കുമ്പോൾ, ദൈവസന്നിധിയിൽ നിൽക്കുമ്പോൾ, ദൈവത്തോട് അടുത്തു ചെല്ലുമ്പോൾ ഈ ക്രിയകളെല്ലാം നിങ്ങളുടെ ആമേൻ സ്മൃതിപഥത്തിലേക്ക് പിന്നെയും ഓടി വരുന്നുണ്ടോ? ആ ഓർമ്മകൾ, നിങ്ങൾ തെറ്റ് ചെയ്തവരാണ്, നിങ്ങൾ കുറ്റക്കാരാണ് എന്നുള്ള ഓർമ്മകൾ നിങ്ങളെ വേട്ടയാടുന്നുണ്ടോ? കുറ്റബോധം നിങ്ങളുടെ അകത്തിരിക്കുന്നുണ്ടോ? ഹല്ലേലൂയ. ദാവീദ്, പഴയ നിയമ ഭക്തനായ ദാവീദ് പാടി, ആമേനെ ഈ സോപ്പ് കൊണ്ട് എന്നെ വൃത്തിയാക്കണമേ, എന്നെ നന്നായി കഴുകി എന്റെ പാപം പോക്കണമേ, എന്നെ ശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിച്ച, നിലവിളിച്ച് കരഞ്ഞ ദാവീദിനെ ആമേൻ ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനാക്കി തീർത്തതുപോലെ ഇന്നു രാത്രി ആ പുണ്യാരക്കത്തിന്റെ മറവിലേക്ക് നീ ഒന്ന് മറഞ്ഞാൽ, നിന്റെ പാപം എത്ര കടും ചുമപ്പാണെങ്കിലും അതിനെ ഹിമം പോലെ വെടിപ്പാക്കി തീർക്കുവാൻ എന്റെ കർത്താവ് മതിയായവനാണ്. അവിടുത്തെ രക്തം അതിന് പര്യാപ്തമാണ്. ദൈവ പൈതൽ എന്നുള്ള ലേബലൊട്ടിച്ചുകൊണ്ട് ഹൃദയത്തിനകത്ത് ഗിൽറ്റുമായിട്ട് നടക്കാൻ, ഹൃദയത്തിനകത്ത് ആമേൻ സ്തോത്രം ഹല്ലേലൂയ കുറ്റബോധവുമായി നടക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. ഈ ക്ലാസ് കഴിഞ്ഞ് നിങ്ങൾ പോകുമ്പോൾ ഹൃദയത്തിനകത്തിലെ ഭാരമകുന്നവരായി, കൊട്ടവിട്ടകുന്നവരായി, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ സ്വാതന്ത്ര്യം പ്രാപിച്ചവരായി, യേശുവിന്റെ രക്തത്താലുള്ള കഴുകൽ പ്രാപിച്ചവരായി, വിശ്വാസത്താലുള്ള നീതീകരണം പ്രാപിച്ചവരായി കടന്നു പോകുവാൻ ദൈവം നമ്മളെ സഹായിക്കും. സമർപ്പിച്ചു കൊടുക്കുക. ദാവീദ് സ്തോത്രം അനുഭവിച്ച ആ സ്തോത്രം ഹല്ലേലൂയ പാപക്ഷമയെ, ആ ദൈവത്തിന്റെ കൃപയെ ഇന്ന് രാത്രി അനുഭവിക്കുവാൻ തക്കവണ്ണം ദൈവം നമ്മളെ വരുത്തുമാറാകട്ടെ. 3 കാര്യങ്ങളാണ് ഇവിടെ ദാവീദ് വിളിച്ചു പറയുന്നത്. ദാവീദിന്റെ സാക്ഷ്യത്തിൽ അദ്ദേഹം പറയാ, sin was forgiven, എന്റെ പാപം ക്ഷമിച്ചു കിട്ടി. forgiveness. നമ്മുടെ വചനത്തിനകത്ത്, ദൈവത്തിന്റെ വചനത്തിനകത്ത് പലപ്പോഴും നമ്മൾ കേൾക്കുന്ന ഒന്നാണ് forgiveness. forgive എന്നുള്ള പദം, ക്ഷമിക്കുക, ക്ഷമിക്കുക എന്നുള്ള പദം അനേക ഗ്രീക്ക് വേർഡുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഒരു വാർഡല്ല, പല പദങ്ങൾ അതിനെ ആസ്പദമാക്കി ഉപയോഗിച്ചിട്ടുണ്ട്. ഓരോ തവണ ഉപയോഗിക്കുമ്പോഴും പ്രത്യേകമായ അർത്ഥത്തോടുകൂടെയാണ് ഈ ഗ്രീക്ക് പദങ്ങൾ ഉപയോഗിച്ചിട്ടുള്ളത്. ഇവിടെ പറഞ്ഞിരിക്കുന്ന ഗ്രീക്ക് പദത്തിന്റെ അർത്ഥം പറഞ്ഞയക്കുക എന്നാണ്. പറഞ്ഞയക്കുക. മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം 36-ാമത്തെ വാക്യം. സ്തോത്രം ഹല്ലേലൂയ. പാപം ക്ഷമിച്ചു കിട്ടി, അല്ലെങ്കിൽ പാപം മറച്ചു എന്ന് പറയുന്ന ആ വാക്കിന് ആമേൻ അവിടെ കൊടുത്തിരിക്കുന്ന മത്തായി 13:36 കർത്താവായ യേശുക്രിസ്തു പുരുഷാരത്തെ പറഞ്ഞയച്ചു എന്ന പദം നമ്മൾ കാണും. ആ സെയിം വേർഡാണ് പറഞ്ഞയക്കുക. ആ സെയിം ഗ്രീക്ക് വേർഡാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. പറഞ്ഞയക്കുക എന്ന് വെച്ചാൽ പാപത്തിന്റെയും പാപത്തിന്റെ പരിണിതി ഫലത്തെയും നമ്മിൽ നിന്ന് എന്നേക്കുമായി ഗുഡ് ബൈ പറയിച്ച് നമ്മളിൽ നിന്ന് വേർതിരിച്ചു കളഞ്ഞു. ഒരു കുറ്റത്തിന് പിടിക്കപ്പെട്ടാൽ മാനുഷികമായ കോടതികൾ, മനുഷ്യന്റെ കോടതി അവൻ ചെയ്ത കുറ്റത്തിന് അനുസൃതമായിട്ട് അവനെ ശിക്ഷിക്കും. എന്നാൽ ദൈവിക കോടതിക്ക് മാത്രമേ ആ പാപിയെ രക്ഷിക്കാൻ പറ്റുള്ളൂ.
പാപത്തെ മാറ്റി, പാപത്തെ പാപിയിൽ നിന്ന് മാറ്റിയിട്ട് ആ പാപിയെ എന്നേക്കുമായി രക്ഷിപ്പാൻ കഴിയുന്ന ഒരു വലിയ മിസ്റ്ററിയാണ് സുവിശേഷം പറയുന്നത്. ഞാൻ ഒന്നുകൂടെ പറയാം. പാപിയായ ഒരു മനുഷ്യനെ ആ പാപത്തോടു കൂടെ തന്നെ നിർത്തി അവനെ ശിക്ഷ വിധിക്കുന്നതാണ് ലോകത്തിന്റെ സിസ്റ്റം. അവൻ ചെറിയ പാപിയായി ചെന്ന് വലിയ പാപിയായി പുറത്തു വരുന്നു. ചെറിയ പാപം വലിയ പാപം ഒന്നും ഇല്ല കേട്ടോ. പാപത്തിനെല്ലാം ഒരു സ്റ്റാൻഡേർഡേ ഉള്ളൂ. പക്ഷേ ഒരു ചെറിയ പെൻസിൽ മോട്ടിക്കുന്ന ഒരു കള്ളനായിട്ട് ജയിലിൽ പോയാൽ അവൻ വലിയ ബാങ്ക് കൊള്ളക്കാരനായിട്ട് പുറത്തു വരും. അതാണ് നമ്മുടെ ലോകത്തിന്റെ വ്യവസ്ഥയുടെ പ്രത്യേകത. എന്നാൽ ദൈവത്തിന്റെ കോടതി, ദൈവത്തിന്റെ സാന്നിധ്യം, ദൈവത്തിന്റെ കരുണ, ദൈവത്തിന്റെ കൃപ, ദൈവത്തിന്റെ നീതീകരണം അങ്ങനെയല്ല. ആ പാപിയെ പാപത്തിൽ നിന്ന് വേർതിരിച്ച് അവരെ പുതിയ മനുഷ്യനാക്കി മാറ്റും. എബ്രായ ലേഖനം 9:28 പറയാ, കർത്താവ് പാപത്തെ ചുമന്നൊഴിച്ചു. ചുമന്നൊഴിക്കുക. ഈ ക്യാരിഡ് അവേ അവർ സിൻ. ചുമന്നൊഴിക്കുക. നമ്മുടെ തലയിലിരുന്ന ഭാരം, നമ്മളിങ്ങനെ നടന്നു പോകുമ്പോ നമ്മള് ചുമന്നുകൊണ്ട് പോകുന്ന ഭാരം കണ്ടിട്ട് ഒരാൾ പറയാണ്, എന്തിനാണ് നിങ്ങൾ ഇത്രയും വലിയ ഭാരം ചുമക്കുന്നത്? എന്റെ വണ്ടിയുടെ ഡിക്കിലോട്ട് ഇട്ടോ, ഞാൻ വീട്ടിലോട്ട് തന്നേക്കാം. നമ്മൾ ആ ഭാരത്തെ അവനെ കാറിലോട്ട് ആ ഡിക്കിയിലേക്ക് പകർന്നു കൊടുക്കുമ്പോൾ ചുമന്നൊഴിക്കുകയാണ്. നമ്മൾ അത്രയും നേരം ചുമന്നുകൊണ്ട് വന്ന ഭാരത്തെ ആ വാഹനം ചുമക്കുകയാണ്. അതേപോലെ തന്നെ മനുഷ്യ, നമ്മൾ ചുമന്നുകൊണ്ടിരുന്ന മാനുഷികമായ പാപത്തെ കാൽവറി ക്രൂശിൽ കർത്താവ് ചുമന്ന് ഒഴിച്ചു കളഞ്ഞു. He carried away our sin. That word, that particular word പറയുമ്പോൾ പഴയ നിയമത്തില് ആമേൻ ഒരു വളരെ സാധുവായ ഒരു മൃഗത്തെ ആമേൻ പുരോഹിതന്റെ അടുത്തേക്ക് കൊണ്ടുചെല്ലും. ആ പാപം ചെയ്ത മനുഷ്യൻ തന്റെ പാപത്തിന്റെ എല്ലാ ലിസ്റ്റുകളും ആ പുരോഹിതന്റെ അവൻ പറഞ്ഞു കൊടുക്കുമ്പോൾ ആ പുരോഹിതൻ ആ സാധുവായ മൃഗത്തിന്റെ മേൽ കൈവച്ചിട്ട് അവൻ ചെയ്ത സകല പാപത്തെയും ആമേൻ സ്തോത്രം ഹല്ലേലൂയ ആ മൃഗത്തിന്റെ മേൽ ചുമത്തും. ആ മൃഗം, സാധുവായ മൃഗം ആ മനുഷ്യന് വേണ്ടി യാഗമാകും. ആമേൻ. അർത്ഥാൽ ആ മനുഷ്യന്റെ മുഴുവൻ പാപത്തെയും ആ മൃഗത്തിന്റെ തലമേൽ ചുമത്തി ദൈവമക്കളെ അറുക്കുവാൻ പോകുന്ന കുഞ്ഞാടിനെ പോലെ, ഓ ഹല്ലേലൂയ, രോമം കത്തിരിക്കുന്നവരുടെ മുമ്പിൽ മിണ്ടാതിരിക്കുന്ന കുഞ്ഞാടിനെ പോലെ ഹല്ലേലൂയ നമ്മുടെ കർത്താവ് മൗനമായിരുന്നു. കാൽവറി ക്രൂശിൽ നമുക്ക് വേണ്ടി അറുക്കപ്പെട്ട പരമയാഗമായി തീർന്ന കർത്താവ് നമ്മുടെ പാപങ്ങളെ ചുമന്നൊഴിച്ചു. സ്തോത്രം. അതാണ് പത്രോസ് പറയാൻ ഉദ്ദേശിച്ചത്. 1 പത്രോസ് 2:24 നാം കാണുന്നു, നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് അവൻ തന്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിൽ കയറി. അവൻ തന്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നു. He carried our sins on his physical body. തന്റെ ശരീരത്തിൽ കർത്താവായ യേശുക്രിസ്തു നമ്മുടെ പാപങ്ങളെ ചുമന്നു. He carried our sins. Hallelujah. പഴയ നിയമ കാലഘട്ടത്തിൽ സ്തോത്രം, കൊല്ലപ്പെടുന്ന ഒരു വ്യക്തിയുടെ ശവശരീരത്തെ കൊലയാളിയുടെ ശരീരത്തോട് ചേർത്ത് കെട്ടി അങ്ങനെ ദിവസങ്ങളോളം ഇട്ടേക്കുമായിരുന്നു. കൊല്ലപ്പെടുന്ന ഒരു ആളിന്റെ ശവശരീരത്തെ കൊന്ന ആളിന്റെ ദേഹത്തോട്, ജീവനുള്ള ശരീരത്തോട് ചേർത്ത് കെട്ടി ഇട്ടേക്കുമായിരുന്നു. അത് ഭയങ്കരമായ ഒരു പ്രവൃത്തിയാണ്. ആ ശവശരീരം അഴുകും തോറും ഇഞ്ചിഞ്ചായി ഈ കൊലയാളി മരിക്കുമായിരുന്നു. ദൈവമക്കളെ, ഇത് ഒരു പാപം വഹിക്കുന്ന, കുറ്റബോധം വഹിക്കുന്ന ഒരു ആളിന്റെ യഥാർത്ഥ നേർക്കാഴ്ചയാണ്. അവൻ ആ ഡെഡ് ബോഡിയോട് ജീവനുള്ള ശരീരം വെച്ച് കെട്ടിയതുപോലെ പാപത്തെ ചുമന്നുകൊണ്ട് നടക്കുന്ന ഒരാളിന്റെ, കുറ്റബോധം ചുമന്നുകൊണ്ട് നടക്കുന്ന ഒരാളിന്റെ നേർക്കാഴ്ചയാണ് നമ്മൾ ഇവിടെ കാണുന്നത്. ഒട്ടും വ്യത്യസ്തമല്ല. നമ്മൾ പറഞ്ഞ ഇഞ്ചിഞ്ചായിട്ട് ജീവനോടെ മരിക്കുകയാണ്. ഓരോ നിമിഷവും മരണത്തെ കാണുകയാണ്. ഈ കാഴ്ച അകത്ത് വെച്ചുകൊണ്ടാണ് പൗലോസ്ലീഹ റോമാലേഖനം 7-ാം അധ്യായം 24-ാമത്തെ വാക്യത്തിൽ നിലവിളിച്ചു പറയുന്നത്, അയ്യോ, ഞാൻ അരിഷ്ട മനുഷ്യൻ, ഈ മരണത്തിന് അധീനമായ ശരീരത്തിൽ നിന്ന് എന്നെ ആര് വിടുവിക്കും? മരണത്തിന് അധീനനായ ശരീരമാണ്
ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ആമേൻ. ആര് വിടുവിക്കും എന്നെ ഈ മരണത്തിന് അധീനനായ ശരീരത്തിൽ നിന്ന്? എന്ന് വെച്ചാൽ ആ മൃതശരീരത്തോട് ചേർത്ത് കെട്ടിയിരിക്കുന്ന ആ മനുഷ്യനെ പോലെ പാപത്തിന്റെ വിഴുപ്പ് ഭാണ്ഡം ഇഞ്ചിഞ്ചായി മനുഷ്യനെ കൊല്ലുന്ന ആ ക്രിമിനൊരയ്ക്കുന്ന ശരീരം പോലെയുള്ള പാപത്തിന്റെ വിഴുപ്പ് ഭാണ്ഡം ചുമക്കുന്ന മനുഷ്യന്റെ ശരീരത്തെ നോക്കി ആമേൻ പൗലോസ്ലീഹ പറയുകയാണ്, ആമേൻ, ഈ ശരീരത്തിൽ നിന്ന് എന്നെ ഈ മരണത്തിന് അധീനനായ ശരീരത്തിൽ നിന്ന് എന്നെ ആര് വിടുവിക്കും? അതിന്റെ ഉത്തരം, ആ ചോദ്യത്തിന്റെ ഉത്തരം അദ്ദേഹം തൊട്ടടുത്ത വാക്യത്തിൽ തന്നെ പറയുന്നുണ്ട്. സ്തോത്രം. പിതാവായ ദൈവം കർത്താവായ യേശു ക്രിസ്തുവിലൂടെ ആ വിടുതൽ സാധിപ്പിച്ചു. ദൈവമക്കളെ, താങ്ക് യു ഹോളി സ്പിരിറ്റ്. നന്ദിയോടെ ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. മാറുന്ന ഈ ഡെഡ് ബോഡി, കെട്ടപ്പെട്ടിരുന്ന മനുഷ്യന്റെ കാഴ്ച കാണുന്നത് പോലെ സ്തോത്രം, ആ കാഴ്ച നമുക്ക് കാണുവാൻ കഴിഞ്ഞാൽ നാം ചെയ്ത പാപത്തിന്റെ ദുഷിച്ച സ്വാധീനത്തിൽ നിന്ന് നമ്മളെ വേർപെടുത്തി നമ്മളെ വിടുവിച്ച ദൈവത്തിന്റെ രക്ഷണ്യ പ്രവൃത്തിയുടെ അർത്ഥവും വ്യാപ്തിയും നീളവും നമുക്ക് ഗ്രഹിക്കുവാനായി കഴിയും. നമ്മളോട് ദൈവം ക്ഷമിച്ച പാപത്തിന്റെ കണക്കൊന്നെടുത്തിരുന്നെങ്കിൽ മനുഷ്യർ നമ്മളെ വെറുക്കുമായിരുന്നു, നമ്മുടെ സ്വന്തമായവർ നമ്മളെ പകയ്ക്കുമായിരുന്നു. ദൈവമക്കളെ, എന്നാൽ നമ്മളെ കർത്താവ് നീതീകരിച്ച ആ രക്ഷണ്യ പ്രവൃത്തിയെ ഇന്നു രാത്രി ഒന്ന് ഓർക്കുവാൻ കഴിയുമെങ്കിൽ ഹല്ലേലൂയ, നന്ദിയോടെ ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ. അടുത്ത രണ്ടാമത്തെ കാര്യം, സ്തോത്രം, അദ്ദേഹം പറയാണ്, sin was covered. അദ്ദേഹത്തിന്റെ പാപം മറയ്ക്കപ്പെട്ടു. അദ്ദേഹത്തിന്റെ അനുഭവത്തിൽ നിന്നാ പറഞ്ഞ ലംഘനം മറച്ചു, പാപം അധർമ്മം മോചിച്ചു, പാപം മറച്ചു കിട്ടിയവൻ ഭാഗ്യവാൻ, അധർമ്മത്തെ മോചിച്ചെന്ന്. ഈ sin was forgiven. ഒന്ന് പറയാ, എന്റെ അധർമ്മത്തെ ദൈവം മോചിച്ചു. രണ്ട്, അദ്ദേഹം പറയാണ്, പാപത്തെ മറച്ചു. ഈ sin was covered. ഞാൻ മുമ്പേ പറഞ്ഞ സെന്റ് അവേ എന്നുള്ള വാക്കിനപ്പുറമായി ഇത് പഴയ നിയമത്തിലെ ഒരു ആശയത്തെയാണ് കാണിക്കുന്നത്. ഞാൻ നിങ്ങളോട് പല തവണ ഈ റോമാലേഖനം പഠിപ്പിച്ചപ്പോൾ അത് പറഞ്ഞു കഴിഞ്ഞു. മറയ്ക്കുക എന്ന് പറഞ്ഞാൽ എന്താണെന്ന്. കൃപാസനത്തിലേക്ക് ഹൈ പ്രീസ്റ്റ്, ആമേൻ, പുരോഹിതൻ വന്ന് ആ അറുത്ത മൃഗത്തിന്റെ രക്തത്തെ തളിക്കും. ദൈവം സ്വർഗത്തിൽ നിന്ന് നോക്കുമ്പോൾ, കെരൂബുകളുടെ ചിറകിന്റെ ഇടയിലൂടെ നോക്കുമ്പോൾ അതിനകത്ത് ന്യായപ്രമാണമായിരിക്കുന്നത്. എന്നാൽ വർഷത്തിൽ ഒരിക്കൽ പുരോഹിതൻ തന്നെ ഈ താൻ കൊല്ലുന്ന മൃഗത്തിന്റെ രക്തത്തെ തളിക്കുമ്പോൾ ദൈവം നോക്കുമ്പോൾ സ്തോത്രം, ഹല്ലേലൂയ. ഇറ്റ്സ് നോട്ട് ദ ലോ, നിയമമല്ല കാണുന്നത്, ന്യായപ്രമാണമല്ല കാണുന്നത്, ആ മൃഗത്തിന്റെ രക്തത്തെയാണ് കാണുന്നത്. ആ ലംഘനങ്ങളെ മറച്ചിരിക്കുന്നത് പോലെ, എന്നതുപോലെ തന്നെ അതേ കോൺസെപ്റ്റ് തന്നെയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ആ മറയ്ക്കുവാൻ ഉപയോഗിച്ചിരിക്കുന്ന തുണി പോലെ നമ്മളെ ലംഘനങ്ങളെ മറച്ചു കളഞ്ഞ, മായിച്ചു കളഞ്ഞ, മറ്റുള്ളവർ കാണാതെ അതിനെ കവർ ചെയ്ത, he covered my shame. ഞാൻ വിളിച്ചു പറയുകയാണ്, എന്റെ ഷെയിമിനെ, എന്റെ ലജ്ജയെ കർത്താവ് മറച്ചു കളഞ്ഞത് കൊണ്ടാണ്. സ്തോത്രം. ആദമും ഹവ്വയും ലജ്ജിക്കപ്പെട്ട് നിൽക്കുമ്പോൾ ഒരു മൃഗത്തെ അറുത്ത് അവരുടെ ലജ്ജ മാറ്റിയതുപോലെ, ഉടുപ്പിച്ചതുപോലെ ക്രിസ്തു വിവസ്ത്രനായത് നമ്മളെ തേജസ്സിന്റെ വസ്ത്രം ധരിപ്പിക്കുവാനായിരുന്നെങ്കിൽ covered our sin. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. മൂന്നാമത്തെ കാര്യം അദ്ദേഹം പറയാണ്, പാപം കണക്കിടാതിരിക്കുക. പാപം കണക്കിടാതിരിക്കുക. Sin was not counted against you. മൂന്ന് കാര്യങ്ങൾ. ഒന്ന്, അധർമ്മം മോചിച്ചു കിട്ടി. രണ്ട്, പാപം മറച്ചു കിട്ടി. മൂന്ന്, പാപം കണക്കിട്ടിട്ടില്ല ദൈവം. മൂന്നും അദ്ദേഹം അനുഭവിച്ച കാര്യമായി പറയുന്നത്. ഇതൊരു ബുക്ക് കീപ്പിംഗ് ടേമാണ്. ഈ കണക്കിടുക എന്നുള്ളത് ബ്ലാക്ക് മാർക്കുകളില്ലാതെ ദൈവം ക്ലീൻ ചിറ്റ് കൊടുക്കുകയാണ്. ഞാൻ പറഞ്ഞില്ലേ, നീതീകരണത്തെ പറ്റി പറഞ്ഞപ്പോ അങ്ങനെ ഒരു പ്രവൃത്തി ചെയ്തിട്ടില്ലെന്ന് മാത്രമല്ല, അത് ചെയ്തിട്ടില്ലെന്ന് മാത്രമല്ല, അതിന്റെ അപ്പുറത്ത് വിശുദ്ധനായിട്ട് കൂടെ പ്രഖ്യാപിക്കുകയാണ്. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. അയ്യോ, ആ പാപത്തിൽ നിന്നൊന്നും എന്നെ രക്ഷിക്കണമെന്ന് മാത്രമേ അവർക്ക് ആവശ്യപ്പെടാനുള്ളായിരുന്നു. പാപത്തിൽ നിന്ന് രക്ഷിക്കാൻ മാത്രമല്ല, സ്വന്തം മക്കളാക്കി നമ്മളെ മാറോട് സ്വീകരിച്ചു.
അതാണ് നീതീകരണത്തിന്റെ ഏറ്റവും വലിയ സൗഭാഗ്യം. അതാണ് നമുക്ക് ലഭിച്ച ഏറ്റവും വലിയ ഭാഗ്യം. പാപത്തെ കഴുകി നമ്മളെ ഒരു കേവല മനുഷ്യരായിട്ട് അങ്ങ് വിടുവല്ലായിരുന്നു. അതിനപ്പുറമായി നമ്മളെ സ്വന്തമായി സ്വീകരിച്ച, നമ്മളെ മക്കളാക്കി തീർത്ത ദൈവത്തിന്റെ ആ മഹാകരുണയ്ക്കായി നന്ദിയോടെ കർത്താവിനെ സ്തുതിച്ചാണ്. ഹല്ലേലൂയ. യെരമ്യാ പ്രവചനം 31:34 പറയുന്നു, ഞാൻ അവരുടെ അകൃത്യം മോചിക്കും, അവരുടെ പാപം ഇനി ഓർക്കുകയില്ല എന്ന് യഹോവയുടെ അരുളപ്പാട്. ദൈവം പാപത്തെ ക്ഷമിച്ചാൽ, ദൈവം പാപത്തെ പുറത്തു കളഞ്ഞാൽ, ദൈവത്തിന്റെ വചനം പറയുന്നു, അവൻ നിന്റെ പാപത്തെ കടലിൽ എറിഞ്ഞു കളഞ്ഞിരിക്കുന്നു. ആർക്കും അതിനെ പൊക്കിയെടുക്കാൻ പറ്റത്തില്ല. അതിന്റെ ഹിസ്റ്ററി ആർക്കും ചെകഞ്ഞെടുക്കാൻ പറ്റത്തില്ല. ദൈവം ഒരു മനുഷ്യനെ നീതീകരിച്ചാൽ, എന്റെ ദൈവം സർവശക്തനാകയാൽ, എന്റെ ദൈവം അവൻ ധന്യനായ ഏകാധിപതിയാകയാൽ ആരും ചോദിക്കത്തില്ല, എന്തിനാ ജെയിംസിന്റെ പാപത്തെ മായ്ച്ചു കളഞ്ഞത്? എന്തിനാ അവൻ ഒറ്റ വാക്ക് പറഞ്ഞ് അവൻ നിന്നെ ആശ്രയിച്ചപ്പോൾ നിന്റെ രക്തത്താൽ അവനെ കഴുകിയതെന്ന് ചോദിക്കാൻ ആർക്കും റൈറ്റ് ഇല്ല. ധന്യനായ ഏകാധിപതിയായ എന്റെ കർത്താവിനെ ചോദ്യം ചെയ്യാൻ ആർക്കും കഴിയില്ല. എന്റെ കർത്താവ് കഴുകി തുടച്ച ഒരുത്തനെ പാപി എന്ന് വിളിക്കുവാൻ ആർക്കും കഴിയില്ല. അതാണ് ദൈവത്തിന്റെ നീതീകരണത്തിന്റെ വലിപ്പം. സ്തോത്രം. കർത്താവ് പറയാ, ഇനി ഞാൻ അത് ഓർക്കത്തില്ല. സ്തോത്രം. 103-ാം സങ്കീർത്തനം 12-ാമത്തെ വാക്യം പറയുക, ഉദയമസ്തമയത്തോട് അകന്നിരിക്കുന്നത് പോലെ അവൻ നമ്മുടെ ലംഘനങ്ങളെ നമ്മളോട് അകറ്റിയിരിക്കുന്നു. ഓ ഹല്ലേലൂയ. രക്ഷിക്കപ്പെട്ട ദൈവ പൈതലേ, കർത്താവിന്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച ദൈവ പൈതലേ, സ്നാനപ്പെട്ട ദൈവ പൈതലേ, കർത്തൃമേശ അനുഭവിക്കുന്ന ദൈവത്തിന്റെ പൈതലേ, കർത്താവിന്റെ വരവ് നോക്കിയിരിക്കുന്ന ദൈവ പൈതലേ, പാപത്തിന് നിന്റെ മേൽ കാര്യമില്ലെന്നേ, ശാപത്തിന് നിന്റെ മേൽ കാര്യമില്ലെന്നേ. ക്രൂശിൽ എന്റെ യേശു ഇതെല്ലാം വഹിച്ചതാൽ ഞാൻ ജയാളിയാണ്. ഹല്ലേലൂയ. ക്രിസ്തുവിൽ ഞാൻ ജയാളിയാണ്. ഉദയമസ്തമനത്തോട് അകന്നിരിക്കുന്നത് പോലെ അവൻ നമ്മുടെ ലംഘനങ്ങളെ നമ്മോട് അകറ്റിയിരിക്കുന്നു. ഇന്നലകളത്തെ പരാജയങ്ങളിൽ നീ ഇന്നും നീറേണ്ട ആവശ്യമില്ല. നെരിപ്പോടിനകത്ത് അവൻ നെരിഞ്ഞമർന്നത് പോലെ, നിന്റെ ഹൃദയത്തിനകത്ത് തീ കത്തുന്നത് പോലെ ഇന്നലകളിലെ പാപങ്ങൾ നിന്നെ വേട്ടയാടുന്നുണ്ടെങ്കിൽ, ഇന്നലകളിലെ പാപത്തിന്റെ കുറ്റബോധം നിന്നെ വേട്ടയാടുന്നുണ്ടെങ്കിൽ ഒന്നും നീ ചെയ്യണ്ട കേട്ടോ. നിന്റെ വെളിച്ചെണ്ണയോ നിന്റെ വിളക്കെണ്ണയോ നിന്റെ നേർച്ചയോ കാഴ്ചയോ ഒന്നും വേണ്ട. നീ ഇരിക്കുന്ന സ്ഥലത്ത് കണ്ണുകൾ അടച്ച്, യേശുവേ അവിടുത്തെ രക്തത്താൽ എന്നെ കഴുകി ശുദ്ധീകരിക്കണമേ എന്ന് ദാവീദ് 51-ാം സങ്കീർത്തനത്തിൽ നിലവിളിച്ചതുപോലെ നീ നിലവിളിക്കുവാൻ തയ്യാറാകുന്നുവെങ്കിൽ ഇപ്പോൾ ജനിച്ച ശിശുവിനെ പോലെ നിന്നെ കഴുകി വെടിപ്പാക്കി ശുദ്ധീകരിപ്പാൻ എന്റെ കർത്താവ് ഇന്നും മതിയായവനാണ്. He is longing for that. നിന്റെ വായിൽ നിന്ന് അങ്ങനെ ഒരു പ്രാർത്ഥന വരുവാൻ കർത്താവ് കാത്തിരിക്കുകയാണ്. നമ്മുടെ കൊച്ചുങ്ങൾ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്താൽ നമ്മൾ അവരുടെ കയ്യും കാലും തല്ലി ഓടിക്കുമോ? ഒരിക്കലുമില്ല. അവർ നശിച്ചു പോകണം നമ്മൾ ആഗ്രഹിക്കുമോ? ഒരിക്കലുമില്ല. അവർ പട്ടുപോകണമെന്ന് നമ്മൾ ആഗ്രഹിക്കുമോ? ഒരിക്കലുമില്ല. നമ്മുടെ കുഞ്ഞുങ്ങളെ പറ്റി നമ്മൾ എന്തായിരിക്കും ആഗ്രഹിക്കുന്നത്? ഓ, ഞാൻ എന്റെ കുഞ്ഞുങ്ങൾ തെറ്റ് ചെയ്യുമ്പോൾ ഞാൻ നോക്കിയിരിക്കും. എന്റെ കുഞ്ഞുങ്ങൾ എന്റെ അടുത്ത് വന്ന് പറയണം, ഡാഡി സോറി, പപ്പ സോറി, ഞാൻ ഇനി ഇത് ആവർത്തിക്കത്തില്ല, എന്നോട് ക്ഷമിക്കണം. ലോകപ്രകാരം ഒരു പിതാവായ ഞാൻ, മഹാദ്രോഹിയായ ഞാൻ, മനസ്സലിവില്ലാത്ത ഞാൻ, അവൻ എന്റെ കുഞ്ഞുങ്ങൾ അങ്ങനെ പറയുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഇന്ന് രാത്രി നീ അടുത്തൊരു മധ്യസ്ഥനെ തപ്പി പോകണ്ട, മനുഷ്യന്റെ അടുത്തേക്ക് പോകണ്ട, വേറെ ആരോടും നിന്റെ പാപങ്ങൾ പറയണ്ട. നീ ഏകനായി നിന്റെ മുറിക്കകത്തിരിക്കുമോ ആ സാന്നിധ്യം നിന്റെ അടുത്തുണ്ട്. നിനക്ക് വേണ്ടി മുറിവേറ്റ കരം നിന്റെ ശിരസിന്റെ മേൽ ദൈവം ഇപ്പോൾ വെക്കുന്ന, നിന്റെ ഹൃദയത്തിന്റെ അകത്ത് ആഴ്ന്ന് പതിഞ്ഞിരിക്കുന്ന കുറ്റബോധത്തെ ഒരു വൃക്ഷത്തിന്റെ വേര് വലിച്ചു വീഴുന്നത് പോലെ ഇന്ന് രാത്രി കരാളഹസ്തങ്ങളിൽ നിന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ വിടുവിച്ചു പുറത്തു കൊണ്ടുവരുന്നു. You want to be in the clutches of that sin. നീ ആ പാപത്തിന്റെ പിടിയിൽ, നീ ആ അന്ധകാരത്തിന്റെ പിടിയിൽ ഇനി കിടക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. ദൈവത്തിന്റെ നീതീകരണം, അതെ, വിശ്വാസത്താലുള്ള നീതീകരണം നിനക്കും സാധ്യമാണ്. It's for you, my dear son of God. It's for you, my dear child of God. Hallelujah. ദൈവം ക്ഷമിച്ചാൽ Amen, it is forever. ഞാൻ ഇത് ധ്യാനിച്ച് കർത്താവിനോട് പറഞ്ഞു, അപ്പ അവിടുന്ന് എത്ര വലിയ ദൈവമാണ്.
എന്റെ ദൈവം പാപങ്ങൾ കണക്കിടാതിരുന്നാൽ, സ്തോത്രം, എന്റെ ദൈവം അധർമ്മത്തെ മോചിച്ചാൽ, എന്റെ ദൈവം പാപത്തെ മറച്ചു കളഞ്ഞാൽ, ആർക്കും അതിനെ പുറത്തു കൊണ്ടുവരാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. മനുഷ്യന്റെ രീതി അങ്ങനെയല്ല. അവൻ ക്ഷമിക്കും, പക്ഷെ പൊറുക്കത്തില്ല. നമ്മൾ പറയും ഞാൻ ക്ഷമിക്കും, പക്ഷെ ഞാൻ പൊറുക്കത്തൊന്നുമില്ല. അത് എല്ലാവരുടെയും ആ പ്രശ്നം അവിടെ നിൽക്കും. ഒരാളെ നമ്മളോടൊരു ദ്രോഹം ചെയ്തു, ക്ഷമിക്കാൻ പറ്റാത്തൊരു തെറ്റ് ചെയ്തു, നമ്മൾ ആ മനുഷ്യനോട് ക്ഷമിച്ചു, നമ്മൾ ദൈവമക്കളല്ലേ. പക്ഷേ ആ സംഭവം ഓർക്കുമ്പോൾ നമ്മുടെ അകത്തൊരു കയ്പ് വരും. കാരണം നമ്മൾ ആ സംഭവത്തെ മറന്നിട്ടില്ല. ദൈവമക്കളെ, ദൈവം അങ്ങനെയല്ല. ആ സംഭവത്തെ തന്നെ മറന്നു കളയും. ഇനി ഓർക്കത്തില്ലെന്നാ പറഞ്ഞത്. ഇനി ഓർക്കത്തില്ല. മെമ്മറിയിൽ നിന്ന് അത് ഡിലീറ്റ് ചെയ്ത് കളയും. ദാറ്റ് ഈസ് നോട്ട് എ ലൈസൻസ് ടു ഡു സിൻ. അത് പാപം ചെയ്യാനുള്ള ലൈസൻസ് അല്ല. കർത്താവേ സ്തോത്രം, ഹല്ലേലൂയ. അത് ദൈവത്തിന്റെ കൃപയുടെ ആഴത്തെ ഞാൻ ഇന്ന് രാത്രി വർണ്ണിച്ചുകൊണ്ടിരിക്കുന്നത്. സ്തോത്രം. എന്തും ചെയ്യാമെന്നല്ല പറഞ്ഞത്. സ്തോത്രം, ഹല്ലേലൂയ. ആമേൻ. മനുഷ്യൻ ക്ഷമിക്കും, പക്ഷെ അവൻ പൊറുക്കത്തില്ല. ഭാവിയിൽ അവൻ ഒരു അവസരം കിട്ടിയാൽ അവൻ അത് കണക്ക് പറയാൻ സാധ്യതയുണ്ട്. അന്ന് നീ എന്നോട് ഇത് ചെയ്തില്ലേ എന്ന് ചോദിക്കാൻ സാധ്യതയുണ്ട്. ദൈവം അങ്ങനെ അല്ല. ഒരിക്കൽ നിന്നെ നീതീകരിച്ചാൽ, തന്റെ പുത്രന്റെ ചോരയാൽ നമ്മളെ ശുദ്ധീകരിച്ചാൽ, പാപത്തെ ഒരിക്കൽ ക്ഷമിച്ചു തന്നാൽ ഒരിക്കലും ദൈവം അത് തിരിച്ചെടുക്കത്തില്ല. നീ എന്നോട് അന്നിങ്ങനെ ചെയ്തല്ലോടാ എന്ന് ദൈവം ചോദിക്കത്തില്ല. പാപിനിയായ സ്ത്രീയെ പിടിച്ചപ്പോൾ കർത്താവ് പറഞ്ഞ കാര്യം ഞാൻ റിപ്പീറ്റ് ചെയ്യട്ടെ. അവളെ നീതീകരിച്ചു പറഞ്ഞയക്കുമ്പോൾ ആമേൻ, കർത്താവ് പറയാ, നീ പോക, നിന്റെ പാപം ഞാൻ ക്ഷമിച്ചതിരിക്കുക, പക്ഷെ ഇനിമേൽ നീ പാപം ചെയ്യരുത്. രാത്രി നീതീകരിക്കപ്പെടുന്ന ദൈവമക്കളോട് ആത്മാവിലൊരു ദൂത് പറയട്ടെ. പാപം ചെയ്യുന്ന ദേഹി മരിക്കും. ഹല്ലേലൂയ. പാപം ചെയ്യുന്ന ഒരു മനുഷ്യനെ പറ്റിയുള്ള നേർക്കായിട്ട് ഞാൻ ഒരു ഉദാഹരണത്തിലൂടെ നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തന്നില്ലേ? ഒരു ഹല്ലേലൂയ ഡെഡ് ബോഡിയോട് കൂട്ടിക്കെട്ടിയ ഒരു ജീവനുള്ള മനുഷ്യന് സമാനമാണ് പാപത്തെ കൊണ്ടു നടക്കുന്ന ഒരു മനുഷ്യൻ. ഹല്ലേലൂയ. എന്നാൽ ഇന്ന് രാത്രി ആ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് നടക്കുവാൻ കർത്താവ് നമ്മളെ വിളിക്കുകയാണ്. ശ്രദ്ധിക്കണമേ ദൈവമക്കളെ. 9 മുതലുള്ള വാക്യങ്ങളിൽ കുറെ സ്തോത്രം കാര്യങ്ങൾ ചോദിക്കുക. ഈ ഭാഗ്യവർണ്ണനം പറയുന്നത് പരിച്ഛേദനയെ കുറിച്ചാണോ പറയുന്നത്? ഇത് അഗ്രചർമ്മത്തെ കൂടിയാണോ പറയുന്നത്? അബ്രഹാമിന് ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. വളരെ ഡീപ്പായിട്ടൊരു ക്വസ്റ്റ്യനാ ചോദിക്കുന്നത്. അബ്രഹാമിന് വിശ്വാസം നീതിയായി കണക്കിട്ടു എന്നല്ലയോ? അങ്ങനെയാണെങ്കിൽ എങ്ങനെ കണക്കിട്ടത്? പരിച്ഛേദനയാലാണോ? അഗ്രചർമ്മത്തിലോ? പരിച്ഛേദനയിലല്ല, അർഘചർമ്മത്തിൽ അത്രേ. ആൻസർ പറയാ, അഗ്രചർമ്മത്തിൽ വെച്ചുണ്ടായിരുന്ന വിശ്വാസ നീതിക്ക്. അഗ്രചർമ്മം എന്ന് പറഞ്ഞാൽ ഈ സർക്കംസിഷൻ ചെയ്യുന്ന പരിച്ഛേദനയ്ക്ക് മുമ്പുള്ള അവസ്ഥയെ പറ്റി അവർ. അങ്ങനെയാണെങ്കിൽ പരിച്ഛേദന കഴിക്കുന്നതിന് മുമ്പുണ്ടായിരുന്ന വിശ്വാസ നീതിക്ക് മുദ്രയായി പരിച്ഛേദന എന്ന അടയാളം അവന് ലഭിച്ചത് അഗ്രചർമ്മത്തോടെ വിശ്വസിക്കുന്നവർക്ക് കൂടെ നീതി കണക്കിടപ്പെടുവാൻ തക്കവണ്ണം താൻ അവർക്ക് എല്ലാവർക്കും പിതാവായിരിക്കേണ്ടതിനും പരിച്ഛേദന മാത്രമുള്ളവരല്ല, നമ്മുടെ പിതാവായ അബ്രഹാമിന് അഗ്രചർമ്മത്തിൽ വെച്ചുണ്ടായിരുന്ന വിശ്വാസത്തെ അനുഗമിക്കുന്നവരുമായ പരിച്ഛേദനക്കാർക്ക് പിതാവായിരിക്കേണ്ടതിനും തന്നെ. ഇത് വായിച്ചപ്പോ ഒന്നും മനസ്സിലായി കാണത്തില്ല. വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കി തരാം. ഒന്ന്, നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പഠിച്ചത് അബ്രഹാം സ്തോത്രം ഒരു ചോദ്യമാ, പ്രധാനപ്പെട്ട ഒരു ചോദ്യമാ ചോദിക്കും. അബ്രഹാം വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടെങ്കിൽ, ആ ചോദ്യം 9 മുതൽ 9-10 വാക്യങ്ങളിലെ ചോദ്യത്തിന്റെ സംക്ഷിപ്ത രൂപം സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞു. അബ്രഹാം വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടെങ്കിൽ പരിച്ഛേദന ദൈവം അബ്രഹാമിന് കൊടുക്കുന്നതിന് 14 വർഷത്തിന് മുമ്പ് അബ്രഹാം നീതീകരിക്കപ്പെട്ടു. അബ്രഹാമിന് പരിച്ഛേദന എന്ന കർമ്മം ദൈവം കൊടുക്കുന്നതിന് 14 വർഷത്തിന് മുമ്പ് അബ്രഹാമിനെ ദൈവം നീതീകരിച്ചു. അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തിനാണ് ഈ പരിച്ഛേദന എന്ന കർമ്മം
ദൈവം അബ്രഹാമിന് കൊടുത്തത്. നമ്മുടെ മലയാള ഭാഷയിൽ പറഞ്ഞാൽ ദൈവം കലക്കവെള്ളത്തിൽ മീൻ പിടിക്കുമായിരുന്നോ? ഒരാവശ്യമില്ലാത്ത കാര്യമാണോ കൊടുത്തത്? പരിച്ഛേദന ആവശ്യമില്ലാത്തതാണോ? നീതീകരിക്കപ്പെടാൻ പരിച്ഛേദനയ്ക്ക് റോളൊന്നുമില്ലായിരുന്നു. കാരണം അതിനു മുമ്പേ അബ്രഹാം നീതീകരിക്കപ്പെട്ടു കഴിഞ്ഞു. പ്രവൃത്തിയാലല്ല, വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടു. അങ്ങനെയാണെങ്കിൽ എന്തിനാണ് ദൈവം ഇങ്ങനെ ഒരു കർമ്മം കൊടുത്തത്? ഈ ചോദ്യത്തിന്റെ മറുപടി 11-12 വാക്യത്തിൽ പറയുമ്പോൾ, 11ാമത്തെ വാക്യത്തിലേക്ക് ഒന്ന് ശ്രദ്ധ തിരിക്കുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ. റോമാലേഖനം ടഫാണെന്ന് പൊതുവെ ഒരു കാഴ്ചപ്പാട് നമുക്കുണ്ട്. പ്രത്യേകിച്ച് ഞാൻ പഠിച്ച സ്കൂളിൽ ബാക്കി സബ്ജക്റ്റുകൾക്കെല്ലാം നല്ല മാർക്ക് കിട്ടുമ്പോൾ മിക്കവാറും മാർക്ക് കുറയുന്നത് ഹിന്ദിക്ക് മാർക്ക് കുറയാൻ കാരണം 8ാം ക്ലാസ്സിലാന്ന് തോന്നുന്നു ആദ്യം ഹിന്ദി ആൽഫബറ്റ്സ് പഠിക്കുന്നു. 8ാം ക്ലാസ്സിൽ പഠിപ്പിക്കാൻ വന്ന അധ്യാപകനോ അധ്യാപികയോ ആരെങ്കിലും പറഞ്ഞു നമ്മുടെ അകത്ത് കയറി ഹിന്ദി ഒരു ഭയങ്കര ടഫ് ലാംഗ്വേജ് ആണ്. അപ്പൊ നമ്മുടെ മനസ്സിനകത്തൊരു ഭയങ്കരമായിട്ടൊരു ചിന്ത കയറി, ഹിന്ദി മനസ്സിലാക്കാനേ പറ്റത്തില്ല. ആ വരുന്നിടത്ത് ഹൂ വരുത്ത് ഹും വരും. ഇതെല്ലാം കൂടെ ആകെപ്പാടെ തലവേദന എടുത്ത് നമ്മൾ ഇത് എന്നാ ഭാഷയാന്ന് ചിന്തിച്ചിട്ടുണ്ട്. പക്ഷെ ഹിന്ദി മനസ്സിലാക്കാൻ തുടങ്ങിയപ്പോഴാണ് നമുക്ക് മനസ്സിലായത്. സ്തോത്രം. 5ാം ക്ലാസ്സിൽ മുതലാണ് പഠിച്ചത്. താങ്ക് യു. 5ാം ക്ലാസ്സിൽ മുതലാണ് നമ്മൾ ഹിന്ദിയുടെ ആൽഫബറ്റ്സ് പഠിക്കാൻ തുടങ്ങി. അപ്പോ ഇത് ടഫ് ലാംഗ്വേജ് ആണെന്ന് നമ്മുടെ ഹൃദയത്തില് നമ്മൾ തിരിച്ചറിഞ്ഞപ്പോ മുതല് നമുക്ക് ഇതിനോട് ഭയങ്കര ദേഷ്യവും വിമ്മിഷ്ടവും പ്രയാസവും, വല്ലച്ചാതി ജയിച്ചാൽ മതി, ഇങ്ങനൊരു ചിന്ത. റോമാലേഖനത്തോട് അങ്ങനെ ഒരു സമീപനം ആവശ്യമില്ല. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ എഴുതപ്പെട്ട ദൈവത്തിന്റെ വചനത്തിന്റെ വെളിപ്പാടുകളെ ദൈവം നമ്മുടെ ഹൃദയത്തിനകത്തേക്ക് വെളിപ്പെടുത്തി തരും. ഒറ്റ കാര്യം ചിന്തിച്ചാൽ മതി. മനുഷ്യനായ പൗലോസിനെ കൊണ്ട് ഇത് ദൈവം എഴുതിപ്പിച്ചെങ്കിൽ മനുഷ്യരായ നമ്മുടെ ഹൃദയത്തിനകത്തേക്ക് ഇതിനെ വെളിപ്പാടായി പകരുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്നും പര്യാപ്തമാണെന്ന് വിശ്വസിക്കാൻ പറ്റുമോ? ഇതിനെ ദൈവം ക്ലിയർ ആയിട്ട് പറഞ്ഞു തരും. ആമേൻ. വളരെ സ്ലോയി ഞാൻ പറഞ്ഞുതരാം. 11ാമത്തെ വാക്യത്തിൽ 2 കാര്യങ്ങൾ പൗലോസ് ലീഗ പറയുന്നുണ്ട്. 2 കാര്യങ്ങൾ. 2 പ്രധാനപ്പെട്ട പദങ്ങൾ. അതൊന്ന് നോട്ട് ചെയ്യണേ. ഒന്നാമത് അദ്ദേഹം പറയുന്നത് വിശ്വാസ നീതിക്ക് മുദ്രയായി പരിച്ഛേദന. വിശ്വാസ നീതിക്ക് മുദ്രയായി പരിച്ഛേദന. മുദ്രയായി പരിച്ഛേദന. അതായത് അബ്രഹാം പരിച്ഛേദന ഏൽക്കുന്നതിന് മുമ്പേ നീതീകരിക്കപ്പെട്ടെങ്കിൽ എന്തിനാണ് ദൈവം അബ്രഹാമിന് പരിച്ഛേദന കൊടുത്തതിന്റെ ഉത്തരമായി പറയുന്നത്? അതൊരു മുദ്രയായിരുന്നു. വിശ്വാസ നീതിക്കുള്ള മുദ്രയായിരുന്നു. 2 സ്തോത്രം, അടയാളം. പരിച്ഛേദന എന്ന അടയാളം. പരിച്ഛേദന എന്ന അടയാളം. 2 വാക്കുകൾ. ഇത് നിങ്ങൾ മറക്കരുത്. ഇതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഇന്നത്തെ ക്ലാസ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഒന്നാമത് പൗലോസ് ഉപയോഗിക്കുന്ന പദം ശ്രദ്ധിച്ചോ? മുദ്ര എന്ന വാക്കാണ്. ദൈവമക്കളെ, പുതിയ നിയമത്തിൽ ദൈവം നമുക്ക് 2 സാക്രമെന്റ്സ് തന്നിട്ടുണ്ട്. 2 കർമ്മങ്ങൾ. 2 കർമ്മങ്ങൾ. 1 സ്നാനം, 2 തിരുവെഴുത്താനം. ഇത് 2ഉം ദൈവം നമുക്ക് തന്ന കൽപ്പനകളാണ്. അതുകൊണ്ടാണ് നമ്മൾ അത് ആചരിക്കുന്നത്. അതിന്റെ സ്പിരിച്വൽ സിഗ്നിഫിക്കൻസും ഇതേപോലെ തന്നെയാണ്. ഇത് ഞാൻ പറയുമ്പോൾ നിങ്ങൾ തുറന്ന മനസ്സോടെ ആത്മാവിൽ നിങ്ങൾ എന്റെ കൂടെ വരണം. സ്തോത്രം. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. അവിടെ എഴുതിയേക്കാം, അബ്രഹാം ഏറ്റ പരിച്ഛേദനയെ പറ്റി പറയുമ്പോ, അബ്രഹാം പരിച്ഛേദന ഏൽക്കാതിരുന്ന സമയത്ത് അദ്ദേഹത്തിനുണ്ടായിരുന്ന വിശ്വാസ നീതിയുടെ മുദ്രയായി ദൈവം കൊടുത്ത പരിച്ഛേദന. അപ്പൊ കർത്താവിന്റെ നീതിയുടെ ഒരു മുദ്രയായിരുന്നു പരിച്ഛേദന. ഒരു സീലായിരുന്നു. എന്തുവായി സീല്? ഹോളി സ്പിരിറ്റിനെ പറ്റി പറയുമ്പോൾ ഒരു സീല് പറയുന്നുണ്ട്. യു ആർ സീൽഡ് ബൈ ദ ഹോളി സ്പിരിറ്റ് എന്നതുപോലെ ഇന്നത്തെ കാലത്ത് വളരെ റെയർ ആയിട്ട് നമ്മൾ കാണുന്ന ഒന്നാണ് സീല്. നമ്മൾ അധികം ഉപയോഗിക്കാറ്. നമ്മളെ പോസ്റ്റ് ഓഫീസിൽ ചെല്ലുമ്പോഴോ ആധാരം എടുത്ത് ഓഫീസിൽ ചെല്ലുമ്പോഴോ ഒക്കെ നമ്മൾ സീല് കാണാറുണ്ട്. എന്നാൽ നമ്മൾ മിക്കവാറും കാണാറില്ലെങ്കിലും അതിനൊരു സിഗ്നിഫിക്കൻസ് ഉണ്ട്. അതിനൊരു പ്രത്യേകതയുണ്ട്. പ്രത്യേകമായിട്ട് നിങ്ങൾക്ക് നാളെ അമേരിക്കയ്ക്ക് പോകണം, അല്ലെങ്കിൽ UK പോകണം, വേറെ ഏതെങ്കിലും രാജ്യത്തേക്ക് നിങ്ങൾക്ക് യാത്ര ചെയ്യും, പ്രധാനമായിട്ടും നിങ്ങൾ കയ്യിൽ കൊണ്ടുപോകുന്ന
കൊണ്ടുപോകുന്ന ഒന്നാണ് നിങ്ങളുടെ പാസ്പോർട്ട്. ആ പാസ്പോർട്ടിനകത്ത് ഭാരത സർക്കാരിന്റെ ഒരു സീലുണ്ട്. നിങ്ങളുടെ ഫോട്ടോയോട് ചേർന്ന് ആർക്കും കോപ്പി അടിക്കാൻ പറ്റാത്ത, ആർക്കും ഇളക്കി മാറ്റാൻ പറ്റാത്ത ഒരു മുദ്രണമുണ്ട്. ഇന്ത്യൻ ഗവൺമെന്റിന്റെ മുദ്രയാണ്. അത് ആർക്കും ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അത് നമ്മുടെ പാസ്പോർട്ടിൽ കിടക്കുന്നിടത്തോളം കാലം അത് പറയുന്നത് ഇതാണ്, ആ സീലിന് ഒരു അധികാരമുണ്ട്. ആ സീല് പറയുന്നത് ഈ വ്യക്തി ഇന്ത്യൻ പൗരനാണ്. ഇറ്റ് ഈസ് ദ പ്രൂഫ് that you are an Indian citizen. Amen. ഒരു ലീഗൽ ഡോക്യുമെന്റിനകത്ത് സീല് വരുമ്പോൾ, ഗവൺമെന്റിന്റെ സീല് വരുമ്പോഴാണ് അതിന് വിലയുണ്ടാകുന്നത്. ദൈവമക്കളെ, പൗലോസ് പറയുകയാണ്, അബ്രഹാം, സ്തോത്രം, അബ്രഹാമിന്റെ കാര്യത്തിൽ വരുമ്പോ അതിനെ എടുത്തുകൊണ്ട് പറയുക, ഈ പരിച്ഛേദന എന്ന് പറയുന്നത് അബ്രഹാം നീതീകരിക്കപ്പെട്ടു എന്നുള്ളതിന്റെ പ്രൂഫാണ്. അബ്രഹാം പരിച്ഛേദന കഴിച്ചു, അബ്രഹാമിന് ദൈവം പരിച്ഛേദന കൊടുത്തു എന്ന് പറയുമ്പോൾ ദൈവം തെളിയിക്കുമായിരുന്നു അബ്രഹാം നീതീകരിക്കപ്പെട്ടു എന്നുള്ളത്. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ ഞാൻ ഈ പറയുന്നത്? ആർ യു അണ്ടർസ്റ്റാൻഡിങ്? അത് പരിച്ഛേദന ഏറ്റത് കൊണ്ടല്ല അബ്രഹാം നീതീകരിക്കപ്പെട്ടത്, നീതീകരിക്കപ്പെട്ടത് കൊണ്ടാണ് ദൈവം നീതീകരിക്കപ്പെട്ടു എന്നുള്ളതിന്റെ ആമേൻ, ഹല്ലേലൂയ, മുദ്രയായിട്ട്, സീലായിട്ട്, പ്രൂഫായിട്ട് അത് ആ പരിച്ഛേദന എന്നുള്ള കർമ്മം കഴിയുമ്പോ ഓർത്തോണം, അവൻ നീതീകരിക്കപ്പെട്ടവനായതുകൊണ്ടാണ് ആ മുദ്ര അടിച്ചത്. ആമേൻ, ഹല്ലേലൂയ. അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു, അത് അബ്രഹാമിന് നീതിയായി. അപ്പൊ ദൈവം തന്റെ നീതീകരണത്തിന്റെ അംഗീകാരത്തിന്റെ തെളിവിനായിട്ടാണ് ഈ പരിച്ഛേദന എന്ന സീല് കൊടുത്തത്. ഇറ്റ് വാസ് എ സീലിംഗ് പ്രോസസ്. ഒരിക്കൽ കൂടെ മുദ്ര ചെയ്യുകയായിരുന്നു. ദൈവമക്കളെ, അതുപോലെ തന്നെ ഒന്നാണ് ബാപ്റ്റിസം. നമ്മൾ സ്നാനപ്പെടുമ്പോൾ നമ്മുടെ മേലൊരു മുദ്ര വെക്കുകയാണ്. ഹല്ലേലൂയ. കർത്താവായ യേശുക്രിസ്തുവിന്റെ സ്നാനത്തിലേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുപോവുകയാണ്. യോർദാൻ ആറ്റിങ്കൽ ആൾക്കാരെല്ലാം കൂടി നിൽക്കുമ്പോൾ പരസ്യ സ്ഥലത്ത് ഞാൻ പറയട്ടെ, മനുഷ്യകുലത്തിൽ ജനിച്ച മനുഷ്യനായി പിറന്ന ഒരുവന് സ്നാനം വേണ്ടായിരുന്നെങ്കിൽ അത് എന്റെ കർത്താവായിരുന്നു അതിന് യോഗ്യൻ. കാരണം അവിടുന്ന് പാപം കൂടാതെ ജനിച്ചവനാണ്, പാപം എന്തെന്നറിയാതെ ജീവിച്ചവനാണ്. പക്ഷേ കർത്താവ് നമുക്കെല്ലാവർക്കും വേണ്ടി ദൈവത്തിന്റെ നീതിയായി തീരേണ്ടതിന്, നമുക്ക് മാതൃക കാണിച്ചു തരേണ്ടതിന് യോർദാനാറ്റിൽ തന്റെ ശിഷ്യന്റെ മുമ്പിൽ തന്റെ ആമേൻ, ഹല്ലേലൂയ, താങ്ക് യു ഹോളി സ്പിരിറ്റ്, മാതാപിതാക്കളും തന്റെ സഹോദര വൃന്ദങ്ങളും എല്ലാം നോക്കി നിൽക്കുമ്പോൾ യോർദാനാറ്റിലേക്ക് ഇറങ്ങിച്ചെന്ന് ദൈവത്തിന്റെ കൽപ്പനയായ, ദൈവത്തിന്റെ നീതിയായ അവൻ സ്നാനത്തെ സ്വീകരിച്ചു. ദൈവമക്കളെ, അത്രയും നാൾ കർത്താവായ യേശുക്രിസ്തുവിന് മനുഷ്യൻ പല പേരുകൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. അച്ഛന്റെ മകൻ, വേശ്യയുടെ മകൻ എന്നൊക്കെയുള്ള പേരുകൾ അവൻ പറഞ്ഞ് കർത്താവിനെ കുത്തിനോവിക്കുന്നവർ നാട്ടുകാരുണ്ടായിരുന്നു. കർത്താവിനെ സംശയത്തോടെ നോക്കുന്നവരുണ്ടായിരുന്നു. തന്റെ പിതൃത്വത്തെ ആക്ഷേപിക്കുന്നവർ ഉണ്ടായിരുന്നു. എന്നാൽ ശ്രദ്ധിക്കണമേ, ദൈവത്തിന്റെ കൽപ്പനയായ, ദൈവത്തിന്റെ നീതിയായ ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ, ആ സ്നാനത്തെ താൻ പരസ്യമായി സ്വീകരിക്കുമ്പോൾ സ്വർഗം തനക്ക് വേണ്ടി തുറന്നു. പ്രാവെന്ന രൂപത്തിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി എന്റെ കർത്താവിനെ മുദ്ര വെച്ചു. എന്തുവായിരുന്നു ആ സീലെന്നറിയാമോ? ആ സീല്, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവരിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. സൺഷിപ്പിന്റെ സീല് വീണു, സൺഷിപ്പിന്റെ സീല് വീണു. ഹല്ലേലൂയ. സ്നാനപ്പെട്ടത് കൊണ്ടല്ല യേശു ദൈവപുത്രനായത് കേട്ടോ, പക്ഷേ എന്നതുപോലെ തന്നെ, താങ്ക് യു ജീസസ്. അതുകൊണ്ട് സ്തോത്രം, നാം സ്നാനപ്പെടുമ്പോൾ അല്ലെങ്കിൽ കർത്തൃമേശ എടുക്കുമ്പോൾ, കർത്തൃമേശയിലേക്ക് നമ്മൾ കൈനീട്ടുമ്പോൾ ഒരു വ്യക്തിക്ക് കർത്താവിനോടുള്ള ആഴമായ സ്നേഹവും ഇണപിരിയാത്ത ബന്ധത്തെയുമാണ് കാണിക്കുന്നത്. ദൈവമക്കളെ, ഇതൊന്നും ഒരു ചടങ്ങല്ല കേട്ടോ. പെന്തിക്കോസിൽ ചേരാനോ ചർച്ചിൽ വരാനോ അല്ലെങ്കിൽ സഭയിൽ മെമ്പർഷിപ്പ് കെട്ടാനോ ഒന്നും അല്ല സ്നാനപ്പെടുന്നത്. സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം. ശ്രദ്ധിക്കണമേ ദൈവമക്കളെ, കർത്തൃമേശ നമ്മൾ കൂടി വരുമ്പോഴുള്ള ഒരു ആചാര അനുഷ്ഠാനമല്ല കർത്തൃമേശ എന്ന് പറയുന്നത്. പിന്നെ എന്തുവാ? ഇതിനൊക്കെ വല്ല പ്രാധാന്യം ഉണ്ടോ? പിന്നെ ഇതൊക്കെ നമുക്ക് ചോദിക്കുമ്പോൾ രണ്ടാമത് പൗലോസ് ലീഗ പറയുന്ന പദത്തിലേക്ക് നമ്മൾ പറയട്ടെ, ക്രിസ്തുവിന്റെ നീതിയുടെ അടയാളമാണ് പരിച്ഛേദന.
അടയാളം. ഹല്ലേലൂയ. സൈൻ. എന്തുവാ ഈ സൈൻ എന്ന് പറഞ്ഞാൽ? സീല് നമ്മൾ പഠിച്ചു. സൈൻ എന്ന് പറഞ്ഞാൽ എന്തുവാ? അതിനേക്കാട്ടിലും വിലയേറിയ എന്തിനെയോ, അതിനേക്കാട്ടിലും വലിപ്പമുള്ള എന്തിനോട്ടോ വിരൽ ചൂണ്ടുന്ന ഒന്നാണ് സൈൻ. സിമ്പിളായിട്ട് പറഞ്ഞാൽ അടയാളം നമുക്ക് കാണാവുന്ന ഒന്നാണ്, പ്രകടമായിട്ട് നിൽക്കുക. നമ്മൾ കൊല്ലത്തിന് വണ്ടി ഓടിക്കുമ്പോൾ അവിടെ ഒരു സൈൻ ബോർഡ് കണ്ടു, ഒരു അടയാളം നമ്മൾ കണ്ടു. അവിടെ എഴുതി വെച്ചേക്കാണ് കൊല്ലത്തിന് 450 കിലോമീറ്റർ ഉണ്ട് എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം നിങ്ങൾ കൊല്ലത്തെത്തണമെങ്കിൽ 450 കിലോമീറ്റർ നിങ്ങൾ മുന്നോട്ട് സഞ്ചരിക്കണം, എങ്കിലേ നിങ്ങൾ അവിടെ എത്തത്തുള്ളൂ. ആ സൈൻ ബോർഡിൽ കൊല്ലമെന്ന് എഴുതിയിട്ടുണ്ട്. പക്ഷേ അങ്ങനെ കൊല്ലമെന്ന് എഴുതിയത് കൊണ്ട് ആ സൈൻ ബോർഡ് കൊല്ലമല്ല. കൊല്ലം ഒരു സ്ഥലമാണ്. ആ സ്ഥലത്തിലേക്ക് വിരൽ ചൂണ്ടുന്ന ഒന്നാണ് ആ സൈൻ ബോർഡ്. പറഞ്ഞത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. യെസ്. എന്തുവാണ് പൗലോസ് ലീഗ ഇവിടെ ഈ അടയാളം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്? പൗലോസ് ലീഗ പറയാണ്, പരിച്ഛേദന ഒരു സൈൻ ബോർഡാണ്. അതിനേക്കാളും ശ്രേഷ്ഠകരമായ, അതിനേക്കാട്ടിലും ഉന്നതമായ, ഉദാത്തമായ, വിലയേറിയ എന്തിലൊക്കെ വിരൽ ചൂണ്ടുന്ന ഒരു സൈനാണ്, ഒരു അടയാളമാണ് പരിച്ഛേദന. ആമേൻ. ഈ അടയാളം അതും ഓണർഷിപ്പിനെ കാണിക്കുന്നതാണ്. ഈ മക്കളെ, സ്തോത്രം. ഹല്ലേലൂയ. ക്രിസ്തുവിന്റെ രക്ഷണീയ പ്രവൃത്തിയെ അടിസ്ഥാനമാക്കി ദൈവം അബ്രഹാമിനോട് സംസാരിച്ച് സ്ഥാപിച്ച ഉടമ്പടിയിലേക്കാണ് ഇത് വിരൽ ചൂണ്ടുന്നത്. പുതിയ നിയമത്തിലെ സ്നാനവും കർത്തൃമേശയും ആമേൻ എന്ന ദൈവിക സാക്രമെന്റ്സ്, ദൈവം തന്ന ആ സാക്രമെന്റ്സ് ഉണ്ടല്ലോ, നമ്മൾ ആമേൻ സ്നാനപ്പെടുന്നു, നമ്മൾ കർത്തൃമേശ ആചരിക്കുന്നു. അവിടെയും നമ്മൾ ഇത് തന്നെയാണ് ചെയ്യുന്നത്. ഇത് രണ്ടും അടയാളങ്ങളാണ്. എന്താണെന്നറിയാമോ? ലോർഡ്സ് സപ്പർ. നമ്മൾ കർത്തൃമേശ ആചരിക്കുന്നു, നമ്മൾ കൂടി വരുമ്പോഴല്ല അപ്പം നുറുക്കുന്നു, നമ്മൾ വീഞ്ഞ് കുടിക്കുന്നു. കർത്തൃമേശ എന്താ? ഇറ്റ് ഈസ് എ സൈൻ ബോർഡ്. അത് നമ്മളെ പുറകിലോട്ട് വിരൽ ചൂണ്ടുകയാണ്. എന്താണ്? കർത്താവ് നിനക്ക് വേണ്ടി യാഗമായി ക്രൂശ് മരണത്തിലേക്ക് വിരൽ ചൂണ്ടുകയാണ്. ലൂക്കോസിന്റെ സുവിശേഷം 22-ാം അധ്യായം 19 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ. ഇത് നിങ്ങൾക്ക് വേണ്ടി നൽകുന്ന എന്റെ ശരീരം, എന്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവീൻ എന്ന് പറഞ്ഞു. അപ്പോ കർത്തൃമേശ ഓരോ പ്രാവശ്യവും പങ്കെടുക്കുമ്പോൾ അത് നമ്മളെ ക്രൂശിന്റെ ഓർമ്മയിലേക്ക് കൊണ്ടുപോകുന്നില്ലെങ്കിൽ അതൊരു ചടങ്ങായി അതപ്പതിക്കും. ദൈവമക്കളെ, ദൈവം തന്ന ഇതെല്ലാം, ഇതിനകത്തുള്ള ആത്മീയ കണ്ണുകൾ തുറക്കപ്പെട്ടില്ലെങ്കിൽ ഇതെല്ലാം മറ്റു ജാതികളെ പോലെ, മറ്റു മതങ്ങളെ പോലെ, ശബത്ത് ദൈവം കൊടുത്തപ്പോൾ യഹൂദന് അതിന്റെ എന്താണ് ദൈവം അതിൽ ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാക്കാതെ, അതിനെ ഒരു അടയാളമാക്കി എടുക്കാതെ, ദൈവം അതിൽ എന്താ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് മനസ്സിലാക്കാൻ പറ്റാതെ അവൻ അതിനെ ഒരു ചടങ്ങായി അതപ്പതിച്ചപ്പോൾ ഇത് കേവലം ഒരു നിയമമായി. ദൈവമക്കളെ, ഓരോ പ്രാവശ്യവും നമ്മൾ കർത്തൃമേശ സ്വീകരിക്കുമ്പോൾ, നമ്മൾ കർത്തൃമേശയുടെ അടുത്ത് ചെല്ലുമ്പോൾ നമ്മൾ സ്തോത്രം ക്രൂശിനെ ധ്യാനിക്കണം. കർത്താവിന്റെ ശരീരം നമുക്ക് വേണ്ടി ചിന്തപ്പെട്ടതും ആ രക്തം നമുക്ക് വേണ്ടി ഒഴുകിയതുമെല്ലാം നാം ധ്യാനിക്കണം. സോ ദാറ്റ് ഈസ് എ സൈൻ ബോർഡ്. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ആമേൻ. അടുത്തതായിട്ട് ഇത് കാണിക്കുന്നത്, നമ്മൾ കർത്തൃമേശ കാണിക്കുന്നത് നമ്മൾ നമ്മുടേതല്ല, നമ്മളെ വിലക്ക് വാങ്ങിയിരിക്കുകയാണ്. നമ്മുടെ ഉടമസ്ഥതയാണ് കാണിക്കുന്നത്. നീ ഞാനല്ല, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നത്. ഓരോ ഞായറാഴ്ച കർത്തൃമേശ കഴിഞ്ഞിട്ട് ഇറങ്ങുമ്പോ ഹൃദയത്തിനകത്ത് പറയണം, ഞാൻ എനിക്കുള്ളവനല്ല, ഞാൻ ക്രിസ്തുവിൻ്റെതാണ്, എന്നെ വിലക്ക് വാങ്ങിയിരിക്കുകയാണ്. ദൈവമക്കളെ, നമ്മൾ സ്നാനപ്പെടാറുണ്ട്. നമ്മൾ എല്ലാവരോടും പറയും സ്നാനപ്പെടണം. കുഞ്ഞുങ്ങളോടാണെങ്കിലും പ്രായമുള്ളവരാണെങ്കിലും നമ്മൾ എല്ലാവരോടും പറയും, നിങ്ങൾ സ്നാനപ്പെടണം കേട്ടോ, ദൈവത്തിന്റെ കൽപ്പന. ഞാനും നിങ്ങളോട് പറയുന്നു,
കുഞ്ഞുങ്ങളുടെ സ്നാനമെന്നോ മുതിർന്നവരുടെ സ്നാനമെന്നോ എന്നൊരു സ്നാനം ദൈവവചനത്തിലില്ല. ദൈവവചനത്തിലുള്ള സ്നാനം വിശ്വാസ സ്നാനമാണ്. വിശ്വസിക്കുന്നവരെ സ്നാനപ്പെടുത്താം. വിശ്വസിക്കുവാൻ നിന്റെ ബുദ്ധിക്ക് കൽപ്പുണ്ടോ? നിന്നെ സ്നാനപ്പെടുത്തുവാൻ ദൈവവചനത്തിനകത്ത് ആധികാരികതയുണ്ട്. വിശ്വസിക്കുന്നവരെ, വാ കൊണ്ട് ഏറ്റുപറയുന്നവരെ സ്നാനപ്പെടുത്തണമെന്ന ദൈവവചനത്തിന്റെ കൽപ്പന. അത് കർത്താവിനോട് അനുരൂപപ്പെടുന്നതാണ് സ്നാനം. അകത്തുണ്ടാകുന്ന ട്രാൻസ്ഫോർമേഷന്റെ, അകത്തുണ്ടാകുന്ന വ്യതിയാനത്തിന്റെ, അകത്ത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഉണ്ടാക്കുന്ന രൂപാന്തരത്തിന്റെ പുറത്തുള്ള ബാഹ്യ പ്രകടനമാണ് സ്നാനം. അതുകൊണ്ട് ഇന്നത്തെ ബാപ്റ്റിസം ടാങ്കുകളോടൊന്നും എനിക്ക് താല്പര്യമില്ല. ചില സ്ഥലങ്ങളിൽ അതല്ലാതെ നമുക്ക് വേറെ നിവർത്തിയില്ല. പക്ഷെ ഇതൊരു പബ്ലിക്കായിട്ട് ചെയ്യേണ്ട കാര്യമാണ്. പരസ്യമായിട്ട് കർത്താവിനെ ഏറ്റുപറയുന്ന ഒരു ശുശ്രൂഷയാണ് സ്നാന ശുശ്രൂഷ. അത് രഹസ്യത്തിൽ ചെയ്യേണ്ടതല്ല. നാട്ടുകാർ മുഴുവൻ കാണണം. കർത്താവായ യേശു ക്രിസ്തു യോർദാന്റെ ആറ്റിലാണ് സ്നാനപ്പെട്ടത്. അത് കലക്കവെള്ളത്തിൽ മുക്കി എന്ന് പറഞ്ഞാലോ തെളിഞ്ഞ വെള്ളത്തിൽ മുക്കി എന്ന് പറഞ്ഞിട്ട് ഒന്നും കാര്യമില്ല. നമ്മുടെ നാട്ടിലുള്ളവർ കലക്കവെള്ളത്തിൽ മുക്കി എന്ന് കളിയാക്കുമ്പോൾ ഞാൻ പോയി കണ്ടപ്പോൾ ഏറ്റവും കലങ്ങിയ വെള്ളമാണ് യോർദാനിലെ വെള്ളം. ആമേൻ. ആമേൻ. കളിയാക്കുന്നവർക്ക് അറിയാതെ കളിയാക്കുന്നതാ. ദൈവം അവരോട് ക്ഷമിക്കട്ടെ. ദൈവത്തിന്റെ വചനത്തിന്റെ കൽപ്പനയാണ്. ഒരു വേള പറഞ്ഞാൽ സ്നാനം ഒരു വിശ്വാസിക്ക് തന്നോട് തന്നെയുള്ള സാക്ഷ്യമാണ്. ആമേൻ. എന്റെ ഭാഷയിൽ പറഞ്ഞു, ഇറ്റ് ഈസ് എ ടെസ്റ്റിമണി ഫോർ യുവർ സെൽഫ്. നീ രക്ഷിക്കപ്പെട്ടവനാണോ? നീ ദൈവ പൈതലാണോ? നിനക്ക് നിത്യതയുണ്ടോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് പിശാച് നിന്റെ രക്ഷയെ ചോദ്യം ചെയ്തുകൊണ്ട് വരുമ്പോ ത്യാഗത്തോളത്തിനകത്തൊരു ബോധ്യമുണ്ട്. അതെ, കർത്താവായ യേശു ക്രിസ്തുവിനോട് ചേരുവാനായി ഞാൻ സ്നാനപ്പെട്ടവനാണ്. എന്റെ മേലെ സീല് വീണിട്ടുണ്ട്, എന്റെ മേലെ അടയാളം വീണിട്ടുണ്ട്. ആമേൻ. ആ ചിന്ത പോലും നമ്മളെ ബലപ്പെടുത്തുമെങ്കിൽ, ഞാൻ ഈ പറഞ്ഞത് നിങ്ങൾ വളരെ പോസിറ്റീവായിട്ട് എടുക്കണം കേട്ടോ. മാർട്ടിൻ ലൂതർ എന്ന മനുഷ്യനെ പറ്റി നമുക്കറിയാം. മാർട്ടിൻ ലൂതർ എന്ന മനുഷ്യൻ ഒരു റിഫോർമർ ആയിരുന്നു. അദ്ദേഹം അന്നുണ്ടായിരുന്ന സഭയ്ക്കകത്തിലെ മൂല്യച്യുതികളെ എല്ലാം വരച്ചു കാണിച്ചിട്ട് പാരമ്പര്യത്തിലേക്ക് പോയ സഭയോട് പറഞ്ഞു, പാരമ്പര്യമല്ല, ദൈവവചനമാണ് വിഷയം. സോളാ സ്ക്രിപ്ചറാ. പ്രവർത്തി കൊണ്ട് പൈസ കൊടുത്താൽ സ്വർഗത്തെ കിട്ടുമെന്ന് പറഞ്ഞപ്പോ അദ്ദേഹം വിളിച്ചു പറഞ്ഞു, നോ നോ, സോളാ ഫെയ്ത്ത് അലോൺ. സോളാ ഫെയ്ത്ത് അലോൺ, വിശ്വാസത്താൽ മാത്രം. ഹല്ലേലൂയ. സോളാ സ്ക്രിപ്ചറാ, വചനത്താൽ മാത്രം. സോളാ ഗ്രേഷ്യ, കൃപയാൽ മാത്രം. ഇതെല്ലാം വിളിച്ചു പറഞ്ഞ മനുഷ്യൻ ജീവിതത്തിന്റെ ഒരു സമയത്ത് തന്റെ തന്നെ വിശ്വാസത്തെ താൻ ചോദ്യം ചെയ്യാൻ തുടങ്ങി. തന്റെ തന്നെ നവോത്ഥാനത്തെ താൻ ചോദ്യം ചെയ്യാൻ തുടങ്ങി. കർത്താവിന്റെ കാൽവരി മരണത്തിന്റെ രക്ഷണ്യ പ്രവൃത്തിയെ തന്റെ ഹൃദയത്തിൽ ചോദ്യം ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഉണ്ടാവും കേട്ടോ. അങ്ങനെ ഹൃദയത്തിനകത്തൊരു ചോദ്യചിഹ്നം ഉയർന്നപ്പോൾ ചരിത്രം എങ്ങനെയാണ് പറയുന്നത്? അദ്ദേഹം ഒരു ചോക്കിന്റെ കഷ്ണം എടുത്തിട്ട് ലാറ്റിൻ പദത്തിൽ 2 വാക്കുകൾ എഴുതി. ആമേൻ. ബാപ്റ്റിസം എന്നാണ്. എനിക്ക് ലത്തീൻ ഭാഷ അറിയത്തില്ല കേട്ടോ, ഞാൻ കഷ്ടപ്പെട്ട് അത് വായിച്ചത്. അതിന്റെ അർത്ഥം ഇതാണ്, ഐ ഹാവ് ബീൻ ബാപ്റ്റൈസ്ഡ്. ഞാൻ സ്നാനപ്പെട്ടവനാണ്. ഹല്ലേലൂയ. That reality strengthened Martin Luther. ആ ഒരു ഇത് തന്നെ, ആ ഒരു ചിന്താഗതി തന്നെ, ആ ഒരു യാഥാർത്ഥ്യം തന്നെ ബലപ്പെടുത്തി. ദൈവമക്കളെ, I believe that the baptism I received is the seal. ദൈവം എൻ്റെ മേലിട്ട ഒരു സീലാണ്. ഹല്ലേലൂയ. ഞാൻ ഈ വചനം പറയുമ്പോൾ നിങ്ങൾ അതിനെ വളച്ചൊടിക്കരുത്. നാം സ്നാനപ്പെട്ടത് കൊണ്ടല്ല ദൈവമക്കളായത്. നാം ദൈവമക്കളായത് കൊണ്ടാണ് നമ്മൾ സ്നാനം സ്വീകരിച്ചത്. കർത്താവ് നമ്മളെ നീതീകരിച്ചത് കൊണ്ടാണ് നാം സ്നാനപ്പെട്ടത്. ദൈവത്തോടുള്ള നീതി നിർവഹണമായിരുന്നു. നിങ്ങൾ അതിനെ അതിന്റെ അർത്ഥത്തിൽ എടുത്തു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് സാക്രമെന്റ്സ് ഇമ്പോർട്ടന്റ് ആണോ? പൗലോസ് പറ, യെസ്, ഇറ്റ് ഈസ് ഇമ്പോർട്ടന്റ് as signs and seals. അദൃശ്യ ലോകത്ത്, സ്തോത്രം, ആത്മീയ ലോകത്ത് എനിക്ക് വേണ്ടി എന്ത് സംഭവിച്ചു എന്നുള്ളതിന്റെ അടയാളമാണ്. പക്ഷെ അത് രക്ഷയുടെ ഒരു ഉപാധിയല്ല. ഹല്ലേലൂയ. രക്ഷിക്കപ്പെട്ടവനായത് കൊണ്ടാണ് ഞാൻ സ്നാനപ്പെട്ടത്. ഹല്ലേലൂയ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. അത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ ചിന്തിക്കുന്നു. 2 വാക്ക്. വിശ്വാസ നീതിക്ക് മുദ്രയായ പരിച്ഛേദന. പരിച്ഛേദന എന്ന അടയാളം അവന് ലഭിച്ചത്. ആമേൻ. ആമേൻ. അഗ്രചർമ്മത്തോട് വിശ്വസിക്കുന്നവർ കൂടെ നീതി കാണപ്പെടുവത്തക്കവണ്ണം
താൻ അവർക്ക് എല്ലാവർക്കും പിതാവായിരിക്കേണ്ടതിന്. എന്തിനാണ് ദൈവം ഈ സാക്രമെന്റ്സ് കൊടുത്തത്? എന്തിനാണ് ദൈവം പരിച്ഛേദന എന്ന കർമ്മം കൊടുത്തത്? താൻ എല്ലാവർക്കും പിതാവായിരിക്കേണ്ടതിന്. താൻ അഗ്രചർമ്മിയായിരിക്കുമ്പോൾ, താൻ ഈ പരിച്ഛേദന ഏക്കാതിരിക്കുമ്പോൾ തന്നെ ദൈവം നീതീകരിച്ചത് എന്തിനാ? അതിനുശേഷം എന്തിനാ ഈ പരിച്ഛേദന കൊടുത്തത്? എല്ലാവർക്കും പിതാവായിരിക്കേണ്ടതിന് തന്നെ. അത് അടുത്തൊരു വെളിപ്പാടാ കേട്ടോ. The father of all. Both Jews and Gentiles. ജാതികളാണെങ്കിലും യഹൂദന്മാരാണെങ്കിലും അവരെല്ലാം വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ട അബ്രഹാമിന്റെ പിതൃത്വത്തിന്റെ അടിയിൽ വരുന്നവരാണ്. അപ്പൊ നമുക്ക് ചോദിക്കാനുള്ള ന്യായമായ ഒരു ചോദ്യമുണ്ട്. പൗലോസേ, അബ്രഹാമിന് മുമ്പ് ആരും നീതീകരിക്കപ്പെട്ടിട്ടില്ലയോ? ഉണ്ടെന്നേ. അബ്രഹാമിന് മുമ്പ് ആദാം നീതീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഹാബേല്, ഹാനോക്ക്, നോഹ, മറ്റു വിശുദ്ധന്മാരെല്ലാവരും വിശ്വാസത്താൽ തന്നെയാണ് നീതീകരിക്കപ്പെട്ടിരിക്കുന്നത്. പക്ഷെ ദൈവം എടുത്തു കാണിക്കുമ്പോൾ ഒരു മോഡലായി ദൈവത്തിന്റെ വചനത്തിൽ ആദ്യമായി നീതീകരിക്കപ്പെട്ടു എന്ന് ഡിക്ലെയർ ചെയ്യുന്നത് അബ്രഹാമിനെയാണ്. ഡിക്ലറേഷൻ വീണത്, നമ്മൾ പറഞ്ഞില്ലേ, സീല് വീണത്. ആമേൻ, ഹല്ലേലൂയ. അതിനാലാണ് വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ട, രക്ഷിക്കപ്പെട്ട ഏതൊരു ദൈവമക്കളുടെയും ആത്മീയ വംശാവലിയിൽ അബ്രഹാമിൽ ആരംഭിക്കുന്നത്. എന്തുകൊണ്ടാണ് അബ്രഹാമിൽ ഈ വംശാവലി ആരംഭിക്കുന്നത് അറിയാമോ? നീതീകരിക്കപ്പെട്ടവനായി പ്രഖ്യാപിക്കപ്പെട്ടത് അബ്രഹാമാണ് ആദ്യമായിട്ട് ദൈവവചനത്തിൽ. ഞാൻ ആത്മാവിൽ ഒരു ദൂതും കൂടെ പറയാൻ കേട്ടോ. അതിലും അബ്രഹാമിന് പറയാനും പ്രശംസിക്കാനും ഒന്നുമില്ല കേട്ടോ. അതിന്റെ പേരാണ് കൃപയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സ്തോത്രം. ഒരു കാര്യം ഞാൻ പറയട്ടെ, അബ്രഹാമിന്റെ പിൻഗാമികളായ ഇസഹാക്കും യാക്കോബും, ആമേൻ, അവരൊന്നും അബ്രഹാമിനെ പോലെ അധികായന്മാരായ വിശ്വാസികളൊന്നും അല്ലായിരുന്നു. അബ്രഹാമിനെ പോലെ ഒരു ജയന്റ് ഒന്നും അല്ലായിരുന്നു അവര്. പക്ഷെ അവർക്ക് ദൈവം കൊടുത്ത കർത്താവിനെ പറ്റിയുള്ള വെളിപ്പാടിൽ അവർ മുന്നോട്ട് നീങ്ങിയപ്പോ, സ്തോത്രം, ഹല്ലേലൂയ, താങ്ക് യു അബ്ബാ ഫാദർ. ദൈവത്തിന്റെ വിശ്വസ്തത ഞാൻ പറയട്ടെ. കർത്താവ് പറയാ, ഞാൻ അബ്രഹാം എവിടെയൊക്കെ കർത്താവ് തന്നെ പറ്റി വെളിപ്പെടുത്തി കൊടുക്കുന്നുവോ അവിടെയെല്ലാം കർത്താവ് പറയുന്ന ഒരു കാര്യമുണ്ട്. ഞാൻ അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവമാണ്. ഞാൻ അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവമാണ്. സ്തോത്രം, ഹല്ലേലൂയ. നന്ദിയോടെ ഞാൻ കർത്താവിനെ സ്തുതിക്കും. ഇന്ന് ഇത്ര നിങ്ങൾക്ക് ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഹല്ലേലൂയ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ സമയത്തും, ആമേൻ, അബ്രഹാമിന്റെ ലീനിയേജിനെ, അബ്രഹാമിന്റെ ഡിസെൻഡൻസിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. മറിയയെ പറ്റി പറയുമ്പോൾ, ജോസഫിനെ പറ്റി പറയുമ്പോൾ, അന്നയെ പറ്റി പറയുമ്പോൾ, ശിമയോനെ പറ്റി പറയുമ്പോൾ എല്ലാം ആ ഒരു ലീനിയേജ് കാണാൻ പറ്റും. സ്തോത്രം, ഹല്ലേലൂയ, താങ്ക് യു അബ്ബാ ഫാദർ. ഇതിന്റെ ഏറ്റവും അവസാനമായിട്ട് യോഹന്നാൻ സ്നാപകൻ നിന്നുകൊണ്ട് വിരൽ ചൂണ്ടിക്കൊണ്ട് പറയുകയാണ്, the lamb of God who takes away the sin of the world. ഇതാ ലോകത്തിന്റെ പാപഭാരം ചുമന്നൊഴിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. ഹല്ലേലൂയ. ദൈവമക്കളെ, ഈ 11 ശിഷ്യന്മാരും അവര് ഒരു വിശ്വാസികളുടെ കൂട്ടമായിരുന്നു. പത്രോസ്, യാക്കോബ്, യോഹന്നാൻ, നഥനയേൽ, അന്ത്രയോസ്, ഫിലിപ്പ്, മത്തായി, സ്തോത്രം, ഹല്ലേലൂയ. പൗലോ ഇങ്ങനെ വരുമ്പോ പൗലോസിനെ എന്ത് ചെയ്യും? അവരുടെ റാങ്കിലേക്ക് കൊണ്ടുവരുന്നു. ബർന്നബാസ്. അങ്ങനെ പുതിയ നിയമ ഭക്തന്മാരുടെ ഒരു നീണ്ട നിര നമുക്ക് കാണാൻ പറ്റും. മർക്കോസ്, രണ്ടാമത്തെ സുവിശേഷം എഴുതിയ മർക്കോസ്, ഇവരെല്ലാവരും യഹൂദന്മാരായിരുന്നു. ഇവരെല്ലാവരും സ്തോത്രം, ഹല്ലേലൂയ, യഹൂദന്മാരുടെ ഗണത്തിൽപ്പെടുന്നവരായിരുന്നു. അവരെല്ലാം അബ്രഹാമിന്റെ സ്പിരിച്വൽ ഡിസെൻഡൻസ് ആയിരുന്നു. ആമേൻ. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. താങ്ക് യു അബ്ബാ ഫാദർ. ഗ്ലോറിഫൈ യുവർ നെയിം ഓഫ് ജീസസ്. നമുക്ക് നാളെ അത് ചിന്തിക്കാം. ഇന്ന് ഇത്രയും മതി എന്ന് പരിശുദ്ധാത്മാവ് എന്നോട് പറയും. നമ്മുടെ കണ്ണുകളിൽ നമുക്ക് ദൈവത്തിൽ അടയ്ക്കാം. നമ്മൾ ചെയ്ത ഒരു പുണ്യപ്രവർത്തിയോ നമ്മൾ ചെയ്ത ഒരു കർമ്മങ്ങളോ അല്ല നമ്മളെ നീതീകരിച്ചത്. അബ്രഹാമിന് ദൈവം പരിച്ഛേദന കൊടുത്തത് ഒരു സൈൻ ആയിരുന്നു, ഒരു അടയാളമായിട്ടാണ് കൊടുത്തതെന്ന്
ദൈവത്തിന്റെ വചനം പറഞ്ഞു, എന്തിനു വേണ്ടിയാണ്? എല്ലാവരുടെയും പിതാവായി തീരുവാൻ വേണ്ടി. താങ്ക് യു ജീസസ്. നന്ദിയോടെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. നാളെ കർത്താവിന്റെ വരവ് താമസിച്ചാൽ ഞാൻ എവിടെ നിർത്തിയോ അവിടെ തന്നെ നാളെ തുടങ്ങുവാൻ ആഗ്രഹിക്കുന്നു. വിശ്വസിക്കുന്ന പരിശുദ്ധാത്മാവ് നാളെയും നമ്മൾ സംസാരിക്കും. ദൈവത്തിന്റെ വചനം നമ്മെ തൊടും. അത് നമ്മളെ ശുദ്ധീകരിക്കും, അത് നമ്മളെ ആശ്വസിപ്പിക്കും, അത് നമ്മളെ ബലപ്പെടുത്തും, അത് നമ്മളെ മുന്നോട്ട് നടത്തും. ദൈവത്തിന്റെ വചനത്തിനാണ് ശക്തി. ദൈവത്തിന്റെ വചനത്തിനാണ് ശക്തി. ഹല്ലേലൂയ. എത്രയോ ആഴമായ ദൈവിക വെളിപ്പാടുകൾ ദൈവം നമുക്ക് പകർന്നു തന്നുകൊണ്ടിരിക്കുന്നു. നാം എത്ര ധന്യരാണല്ലേ! ക്രിസ്തുവിൽ നമ്മൾ എത്ര ധന്യരാണ്! നാം എത്ര അനുഗ്രഹീതരാണ്! നിങ്ങളെല്ലാവരും ഞാൻ ആത്മാവിൽ അനുഗ്രഹിക്കുന്നു.